ഹായ് എവ്രിവൺ. നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ MCQ സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കറിയാം ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടൺ ജേക്കോബി ഇക്വേഷൻസ്, പിന്നെ കുറച്ച് നോൺ ലീനിയർ ഡൈനാമിക്സ് ആയിട്ടുള്ള നോൺ ലീനിയർ ഓസിലേഷൻസ്, ഖയോസ്, ബൈഫിക്കേഷൻ, ലോജിസ്റ്റിക് മാപ്പ്, ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന ടോപ്പിക്സ് അല്ലെ. അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോവാം. എന്താണ് കണ്ടീഷൻ വിച്ച് റെസ്ട്രിക്ട്സ് ദ മോഷൻ ഓഫ് ദി സിസ്റ്റം ആർ കോൾഡ്? നോക്കിയേ, എന്താണ് കൺസ്ട്രെയിൻസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, നൺ എന്നാണ് ചോദിക്കുന്നത്. കണ്ടീഷൻ വിച്ച് റെസ്ട്രിക്ട്സ് ദ മോഷൻ ഓഫ് ദി സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ രണ്ടുപേര് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു ഫോഴ്സ് എന്ത് സംഭവിക്കുന്നു? അവരുടെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു അല്ലെ. ആ റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ആ കൺസ്ട്രെയിൻസ് ഒഴിച്ചിട്ടാണ് ബാക്കി നമ്മൾ പറയുന്നത് ഇത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയാറുണ്ട്. കൺസ്ട്രെയിൻസ് അറിയുമെങ്കിൽ നമുക്ക് ആ കൺസ്ട്രെയിൻസ് ഒഴിച്ചു വരുന്നതാണ് ബാക്കി അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് നമുക്കറിയാലോ. ഹോളോനോമിക്, നോൺ ഹോളോനോമിക് ഉണ്ട്, പിന്നെ എന്താ പറയാ സ്ക്ലീറോണോമസ്, റിയോണോമിക് കൺസ്ട്രെയിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകണം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓടിച്ച് പറഞ്ഞു പോകാം. അടുത്ത ദിവസം ഓക്കെ, ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ഇൻ വിച്ച് മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ് വിത്തൗട്ട് വയലേറ്റിംഗ് എനി കൺസ്ട്രെയിൻസ്. ഓക്കെ, കൺസ്ട്രെയിൻസ് ഒഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ കൺസ്ട്രെയിൻ എന്താ പറയാ എത്ര തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻഡിപെൻഡന്റ് വേസ് ഇൻ വിച്ച് മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ്. ഒരു സിസ്റ്റത്തിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? വാട്ട് ആർ ദി ഡിഫറെന്റ് ഒരു ഒരു മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആ രീതിയിലും പറയാറുണ്ട്. മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ ഏതൊക്കെ ഇൻഡിപെൻഡന്റ് വേസിൽ സിസ്റ്റത്തിന് മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. കൺസ്ട്രെയിൻസ് അറിയുമെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കൺസ്ട്രെയിൻസിനെ കെ എന്ന് വിളിക്കുകയാണെങ്കിൽ, കൺസ്ട്രെയിൻസ് കെ ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 3n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 3n മൈനസ് കെ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കേട്ടോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3n മൈനസ് കെ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് കേട്ടോ. കൺസ്ട്രെയിൻസ് അതിന് ഒഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് പറയാം. ഏറ്റവും മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ സ്പേസ് ഹാസ് ഡാഷ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ്. ഒരു പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സ്പേസ്, ഒരു സ്പേസിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എന്നാണ് ചോദിക്കുക. ഒരു പാർട്ടിക്കിളേ ഉള്ളൂ, സ്പേസിലാണ് മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാവില്ല, പ്രത്യേകിച്ച് എന്താ പറയാ കൺസ്ട്രെയിനുകൾ കാണാനുള്ള സാധ്യതയില്ല അല്ലേ. ശരിക്കും അത് അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു സ്പേസിൽ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ 3n മൈനസ് കെ എന്ന് പറയുമ്പോൾ 3 × 1 പാർട്ടിക്കിൾ അല്ലെ, മൈനസ് കൺസ്ട്രെയിൻസ് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളെ കൺസ്ട്രെയിൻസ് 0. സോ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത്? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ആർക്കുള്ളത്? ഒരു പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ സ്പേസ് ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ n പാർട്ടിക്കിൾസ് വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രം. നോക്കിയേ, നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് പഠിക്കും, ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ പഠിക്കും അല്ലെ. അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ലഗ്രാഞ്ചിയനിലോട്ട് പോകാറില്ല. അപ്പൊ നോക്കി, എന്താ സിസ്റ്റം ഇക്വിലിബ്രം ആണ് എന്ന് പറയുന്ന സമയത്ത് ഫോഴ്സ് 0, അതായത് സ്വാഭാവികമല്ലേ ഒരു സിസ്റ്റം ഇക്വിലിബ്രം പൊസിഷനിൽ എത്തുന്ന സമയത്ത് അവിടെ വർക്ക് ഡൺ എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫോഴ്സ് 0 ആണെങ്കിൽ വർക്ക് ഡൺ എന്നുള്ളതും 0 ആയിട്ട് വരാം. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഈസ് 0 ഇൻ ദ കേസ് ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രം. സിസ്റ്റം ഇക്വിലിബ്രത്തിലാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ് എന്ന് പറയുന്നത് ഏതാണ്? 0 ആണെന്ന് പറയുന്നത് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുന്ന സമയത്ത് റിസൾട്ടിങ് ഫോഴ്സ് ദാറ്റ് ഇസ് ആക്ടിങ് 0 എന്ന് പറയുന്നത് ഫോഴ്സ് 0 ആണ്. സോ സ്വാഭാവികമായിട്ട് വർക്ക് ഡൺ വിൽ ബി 0 അല്ലെ. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ശരിക്കും എങ്ങനെ ഇത് പറയുന്നത്? ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് അല്ലെ, സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എന്താണ്
FI ഡോട്ട് ഡെൽ RI എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ആ ഒരു വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ശരിക്കും ഒരു സിസ്റ്റത്തിനകത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഫോഴ്സ് ആണ്? കൺസ്ട്രെയിൻഡ് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് സാധാരണ അതിന്റെ മുകളിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് F കൺസ്ട്രെയിൻഡ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ദേ ഡു നോട്ട് ഡു എനി വർക്ക്. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഡു നോട്ട് ഡു വർക്ക് കേട്ടോ. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ശരിക്കും കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ദേ ഡു നോട്ട് ഡു വർക്ക്. ദേ ഡോണ്ട് വർക്ക്. ഓക്കെ, വർക്ക് ചെയ്യത്തില്ല കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. അപ്പൊ ബാക്കി എന്താ? ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് അല്ലെ. ഇതിന് ഡെൽ RI എന്ന് പറയുന്നത് 0 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്ലൈഡ് ഫോഴ്സ് മാത്രമുള്ളത് കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് 0 ആണെങ്കിൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ദിസ് ഇസ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ വിർച്വൽ വർക്ക് ഡൺ ഓൺ ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ? ടോട്ടൽ വിർച്വൽ വർക്ക് ഡൺ ഓൺ ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0 ആണ്. ഓക്കെ, വിർച്വൽ വർക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ, നമ്മളിപ്പോ റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. എന്താ വിർച്വൽ വർക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ എന്താണ്? സിഗ്മ FI equal to 1 to n FI applied dot del RI is equal to 0 അല്ലെങ്കിൽ DW is equal to 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് വിർച്വൽ വർക്കിന്റെ റെപ്രസെന്റേഷൻ. വിർച്വൽ വർക്ക് ഈസ് റെപ്രസെന്റ് ഡെൽറ്റ W equal to സിഗ്മ is equal to 1 to n FI applied dot del RI is equal to 0 എന്നുള്ളതാണ് കേട്ടോ. The number of independent variables for a free particle in space. ഒരു ഫ്രീ പാർട്ടിക്കിളിന് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എത്രയാണ്? നമ്മൾ പറഞ്ഞുള്ള 3n മൈനസ് k ആണ് നമ്മൾ പറയാറില്ലേ. K is 0. ഫ്രീ പാർട്ടിക്കിൾ ആണ്, യാതൊരുവിധ റെസ്ട്രിക്ഷൻസും അതിന് കീപ്പ് ചെയ്യുന്നില്ല. സോ 3n ആണ് എന്ത്? 3n ആണ് 3n എന്നുള്ളതാണ് നമുക്ക് പറയാം. സ്പേസിൽ മൂവ് ചെയ്യുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സ്പേസിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് 3n എടുക്കുന്നത് കേട്ടോ. 2 ഡയമെൻഷനിലൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ 2n എടുക്കും. ഈ 3n എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിൽ ആകുന്നതുകൊണ്ട് 3n എന്നൊക്കെ എടുക്കുന്നത് കേട്ടോ. 2 ഡയമെൻഷൻ ആകുമ്പോൾ നമ്മൾ 2n ആയിട്ടൊക്കെ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് 3n എന്ന് പറയാനുള്ള റീസൺ 3 ഡയമെൻഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഡാഷ് കൺസ്ട്രെയിൻസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ഓക്കെ, ടൈമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് പറയാം. ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് പറയണം. എന്തൊക്കെ രണ്ട് കൺസ്ട്രെയിൻസ്? ഒന്ന് നമുക്ക് എന്താ പറയാ, സ്ക്ലീറോണോമിക് കൺസ്ട്രെയിൻസും എന്താണ് റിയോണോമിക് കൺസ്ട്രെയിൻസ് അല്ലെ. സ്ക്ലീറോണോമിക് അല്ലെ, സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻസും റിയോണോമിക് കൺസ്ട്രെയിൻസും. സ്ക്ലീറോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ് സംഭവം? ആ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ടൈമുമായിട്ട് ഡിപ്പെൻഡ് എന്താ പറയാ ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിലാണ് എന്താണ് എന്തിനാ വിളിക്കുന്നത്? സ്ക്ലീറോണോമിക്. ടൈമായിട്ട് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുമ്പോൾ പൊതുവെ ആ സാധനം സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നു എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടൈമായിട്ട് ബന്ധമില്ല. ടൈമിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണല്ലോ അവിടെ ടൈമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ടൈമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ സ്ക്ലീറോണോമിക് എന്നും, ടൈമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാള് എന്താണ്? റിയോണോമിക് കൺസ്ട്രെയിൻസും ആണെന്ന് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റിജിഡ് ബോഡി എടുക്കുന്നു. നമുക്ക് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് അതിന് യാതൊരു ചേഞ്ചും വരാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് നമ്പർ, ഫിക്സഡ് ഷേപ്പ്, ഫിക്സഡ് സൈസ് ഉള്ള ഒരു ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. റിജിഡ് ബോഡി എത്ര സമയം കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നില്ല? അവര് എന്താ പറയാ സ്റ്റേഷനറി ആണ്, പ്രത്യേകിച്ച് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. സോ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റ് ആയിട്ട് പറയാം. എന്നാൽ ഡിഫോർമബിൾ ബോഡി ആണെങ്കിലോ, ഡിഫോർമബിൾ ബോഡി അതായത് നമുക്ക് അതിന്റെ ഷേപ്പും സൈസും ഒക്കെ അപ്പൊ സമയത്തിനനുസരിച്ച് വേണമെങ്കിൽ ഷേപ്പ് ചെറുതാക്കാം, കുറയ്ക്കാം, കൂട്ടാം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നതായതുകൊണ്ട് ദാറ്റ് ഇസ് ഡിപ്പെൻഡ് ഓൺ ടൈം. ടൈമിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഡിഫോർമൽ ബോഡി എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ? റിയോണോമിക് കൺസ്ട്രെയിൻസിന് എക്സാമ്പിൾ. അങ്ങനെയാണ് റിയോണോമിക് സ്ക്ലീറോണോമിക് എന്നുള്ള സംഭവം മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണെങ്കിൽ സ്ക്ലീറോണോമിക്, ഡിപ്പെൻഡ് ഓൺ ടൈം ആണെങ്കിൽ റിയോണോമിക്. ഡാഷ് കൺസ്ട്രെയിൻസ് ഡിപ്പെൻഡ് ഓൺ ടൈം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ടൈം ഏതാണ്? റിയോണോമിക് കൺസ്ട്രെയിൻസ് ആണ് കേട്ടോ. സ്ക്ലീറോണോമിക് ആൻഡ് റിയോണോമിക് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്.
റിയോണോമിക്കും സ്ക്ലീറോണോമിക്കും ഏത് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസിൽ പെടുന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ പൊതുവെ റിയോണോമിക്കും സ്ക്ലീറോണോമിക്കും ഹോളോണോമിക് കൺസ്ട്രെയിൻസിൽ പെടുന്ന കേട്ടോ. റിയോണോമിക്കും എന്താ പറയാ സ്ക്ലീറോണോമിക് എന്ന് പറഞ്ഞാൽ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ ഡിവിഷനിൽ പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്താ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഒരു ഇക്വേഷൻസ് വഴി നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസ് വഴി, അതായത് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് R1, R2, എക്സെട്ര Rn, T എന്നുള്ള ഒരു ഇക്വേഷൻ വഴി, ഓൾജിബ്രൈക് ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഇന്റഗ്രബിൾ ആയിട്ടുള്ള കൺസ്ട്രെയിൻ ഏത് ചോദിച്ചാൽ ഹോളോണോമിക് ആണ്. നോൺ ഇന്റഗ്രബിൾ ആയിട്ടുള്ള കൺസ്ട്രെയിൻ എന്ന് ചോദിച്ചാൽ ഏത് പറയാം, ഇന്റഗ്രബിൾ ആണ്. ഇന്റഗ്രബിൾ കൺസ്ട്രെയിൻ ആണ് ഏത്, ഹോളോണോമിക്. നോൺ ഇന്റഗ്രബിൾ കൺസ്ട്രെയിൻ ആണ് എന്ത്, സ്ക്ലീറോണോമിക് കേട്ടോ. അല്ല സോറി, നോൺ ഹോളോണോമിക്. അപ്പൊ ഇതിന്റെ ഡിവിഷനിൽ, ഹോളോണോമിക്കിന്റെ ഡിവിഷനിൽ പെടുന്നതാണ് ഏത്, സ്ക്ലീറോണോമിക്കും റിയോണോമിക് കൺസ്ട്രെയിൻസും കേട്ടോ. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആർ ഓൾസോ നോൺ ആസ് ഇന്റഗ്രബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയും. നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് നമ്മൾ ഇന്റഗ്രബിൾ കൺസ്ട്രെയിൻസ് ഇക്വേഷൻ പോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സ്പേസ് ഫോംഡ് ബൈ n ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, n ജനറലൈസ് നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പ്രത്യേകിച്ച് ലഗ്രാഞ്ചിയൻ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പോലെ നമ്മൾ എന്താ Q1, Q2, Q3 എന്നൊക്കെയുള്ള രീതിയിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പറയാം. Q1, Q2, Q3 എക്സെട്ര എന്നുള്ള രീതിയിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പൊ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമ്മൾ അറിയാം, നമുക്ക് ഫുൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ∂Q അല്ലെ, അങ്ങനെ ക്യൂയുടെ റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. ക്യൂ എന്ന് പറയുന്നത് പൊസിഷൻ ആവാം അല്ലെ. അപ്പൊ ആ ഒരു റെപ്രസെന്റേഷൻ കാണിക്കുന്ന അതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പേസിനെ വിളിക്കുന്നതാണ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അടങ്ങിയിട്ടുള്ള സ്പേസിനാണ് വിളിക്കുന്നത് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, a single particle is restricted to move on the surface of the restricted to move on the surface of the sphere. The number of generalized coordinates ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് തന്നെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് വേണം എന്ന് ചോദിച്ചാൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം തന്നെയാണ് കേട്ടോ. ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആണ് റെസ്ട്രിക്റ്റഡ് ടു മൂവ് ഓൺ ദി സർഫസ്, സ്ട്രക്ചർ അല്ല കേട്ടോ, സർഫസ് ഓഫ് ദി സ്പിയർ. സർഫസ് ഓക്കെ, ഒരു സ്പിയർ ഉണ്ട്, ആ സ്പിയറിന്റെ സർഫസിൽ മാത്രമേ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നമ്മളിപ്പോ 3n - k എന്ന് പറയുന്നേക്കാളും ഓക്കെ 3n - k വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്താണ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചോളൂ. 3n - k എത്ര പാർട്ടിക്കിൾ ഉണ്ട്, 3 × 1. എന്താ റെസ്ട്രിക്ഷൻസ് എന്താണ്, ഒറ്റ ഒരു ഭാഗത്തൂടെ മാത്രം മൂവ് ചെയ്യാം, അതായത് ഒരു സർഫസിൽ കൂടെ മാത്രം മൂവ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ ഒരു സ്പിയർ എന്ന് പറഞ്ഞാൽ r, θ, φ എന്നുള്ള രീതിയിലാണ് കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഇവിടെ r ഫിക്സഡ് ആണ്, r റെസ്ട്രിക്ഷൻസ് വന്നു അല്ലെ. ഈ r ഫിക്സ് ആ സ്പിയറിന്റെ സർഫസിൽ കൂടെ മാത്രം മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ r കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് മൂവ് ചെയ്യാന്നുള്ള അർത്ഥം അല്ലെ. അപ്പൊ r കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ എന്താണ്, കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് അല്ലെ. ഒരു കൺസ്ട്രെയിൻ θ, φ മാറിക്കൊണ്ടിരിക്കാം, പല ആംഗിളിൽ വേണമെങ്കിൽ കറങ്ങാം, സ്പീഡിൽ കറങ്ങും, പല ആംഗിളിൽ പോകും, എല്ലാം അതൊക്കെയാണ്. പക്ഷെ r പറഞ്ഞു കീപ്പ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് എന്താ ഒരു കൺസ്ട്രെയിന്റ് ഒന്നേ ഉള്ളൂ. സോ 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ് നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോഡ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിച്ചാൽ r, θ, φ എന്നുള്ളതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ. അതിനകത്ത് r റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിഫൈൻ ചെയ്യുക അല്ലെ. r റെസ്ട്രിക്ട് ചെയ്തിട്ട് ബാക്കി θയും φ വെച്ച് ഡിഫൈൻ ചെയ്യുക. സ്വാഭാവികമായിട്ട് θ, φ എന്നുള്ള രണ്ട് കോർഡിനേറ്റ്സ് വേണം റെപ്രസെന്റ് ചെയ്യാൻ. സോ രണ്ടാണ് അതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, രണ്ട് രീതിയിലും ചിന്തിക്കാം കേട്ടോ. ഇങ്ങനെ അല്ലാതെ ചിന്തിക്കാം, ഇങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, ഫോർ വാട്ട് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഈസ് ആപ്ലിക്കബിൾ. വിർച്വൽ വർക്ക് എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ
ഏത് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം ഇരിക്കുന്നത്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും കേട്ടോ, ഡൈനാമിക് അല്ല. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നോക്കി, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ കേസിൽ മാത്രമേ നമുക്ക് ഇതേ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് ആപ്ലിക്കബിൾ ഉള്ളൂ. ഡൈനാമിക് ഇക്വിലിബ്രിയം പറഞ്ഞാൽ റൊട്ടേഷൻ മോഷൻ അല്ലെ. റൊട്ടേഷൻ മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ അവിടെ. അപ്പൊ നമ്മൾ പക്ഷെ വിർച്വൽ വർക്ക് വന്ന് വർക്ക് ഡൺ ഓൺ സ്റ്റാറ്റിക് വർക്ക് ഡൺ ഓൺ പാർട്ടിക്കിൾ റെസ്റ്റിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ് ഏത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. The number of coordinates required to describe the motion at any time. Okay, number of coordinates required to describe the motion of the particle at any time എന്ന് ഉദ്ദേശിക്കുക ഒന്ന് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഇതിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ വേറെ രീതി ചെയ്യാം. ദ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദി മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് പറയാം. ഏറ്റവും മിനിമം നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എനിവേ ആ എന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താ പറയാ കോർഡിനേറ്റ്സ് തന്നെയാണ് ഈ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ കയറി പറഞ്ഞു പോകുന്നത് കേട്ടോ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. Constraint that can be expressed as the equation of coordinate and time. ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ നമുക്ക് ഇതാണ് അറിയാം, ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ് ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. D'Alembert's principle can be written. നോക്കിയേ, D'Alembert's പ്രിൻസിപ്പിൾ വിർച്വൽ വർക്ക് പറയുമ്പോൾ തന്നെ എന്താ പറയാ, നമുക്ക് D'Alembert's പ്രിൻസിപ്പിൾ പറയാം. നമുക്കറിയാം അല്ലെ, D'Alembert's പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് ഈക്വൽ dp ബൈ dt ആണ്. ദാറ്റ് ഇസ് പി ഐ ഡോട്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതുന്നു എഫ് മൈനസ് പി ഐ ഡോട്ട് 0 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. എഫ് മൈനസ് പി ഐ ഡോട്ട് 0 ആണെന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വെച്ചോ, അപ്പൊ അവിടെ രണ്ട് ഫോഴ്സ് വരുന്നുണ്ട്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പി ഐ ഡോട്ട് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ ഇനേർഷ്യൽ ഫോഴ്സ് ആണ്. അതായത് ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇനേർഷ്യൽ ഫോഴ്സ് ഇങ്ങോട്ട് തിരിച്ച് റെസ്ട്രിക്ട് ചെയ്യുന്ന രീതി, തിരിച്ച് ഒപ്പോസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫോഴ്സ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? സിസ്റ്റം സ്വാഭാവികമായിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ എന്താണ്, ഒരു ആക്ച്വൽ ഫോഴ്സിന്റെ കൂടെ ആക്ച്വൽ ഫോഴ്സ് പ്ലസ് ഒരു റിവേഴ്സ് ആയിട്ടുള്ള എഫക്റ്റീവ് ഫോഴ്സും കൂടി കൊടുക്കണം. റിവേഴ്സ് ആയിട്ടുള്ള എഫക്ട്, അതുകൊണ്ടാണ് എഫ് മൈനസ് പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ശരിക്കും എഫ് പ്ലസ് മൈനസ് പി ഐ ഡോട്ട് എന്ന് പറയുമ്പോഴും നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് ഫോഴ്സ് തന്നെയാണ്, പക്ഷെ അത് റിവേഴ്സ്ഡ് ആണെന്നുള്ളതാണ്. അപ്പോഴാണ് സിസ്റ്റം ഇക്വിലിബ്രിയം. നമുക്ക് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് പറഞ്ഞാൽ എഫ് അപ്ലൈഡും എഫ് കൺസ്ട്രെയിൻഡും ഉണ്ട് അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാം, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് 0 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഫ് അപ്ലൈഡ് അല്ലെ മൈനസ് പി ഐ ഡോട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു എഫ് അപ്ലൈഡ് മൈനസ് പി ഐ ഡോട്ട് എന്താ ഡെൽ ആർ ഐ എന്ന് പറയുന്ന 0 ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും എന്താണ് സിസ്റ്റം ഒരു എന്താ പറയാ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താണ് സം ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സും ആ ഇനേർഷ്യൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സിന്റെയും ഇനേർഷ്യൽ ഫോഴ്സിന്റെയും സം എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും നമുക്ക് സിസ്റ്റത്തിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഗ്യാസ് മോളിക്യൂൾസ് ഇൻ എ കണ്ടെയ്നർ ഓർ പാർട്ടിക്കിൾസ് മൂവിംഗ് ഇൻ എ സ്ഫിയർ. ഈ രണ്ട് കേസിലും അത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കുന്നത്. ഗ്യാസ് മോളിക്യൂൾസിന്റെ കണ്ടെയ്നർ, ഈ പാർട്ടിക്കിൾസ് മൂവിംഗ് ഇൻ എ സ്ഫിയർ എന്നൊക്കെ പറയുന്നത് അത് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസിന് എക്സാമ്പിൾ ആണ്. നമുക്ക് പൊതു ഇക്വേഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. സോ എന്താ പറയാ ദാറ്റ് ഇസ് എന്താ പറയാ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആണ് കേട്ടോ. Generalized coordinate depend on each other, independent of each other, are necessarily
സ്പെരിക്കൽ കോർഡിനേറ്റ് ആട്ടോ. സ്പെരിക്കൽ നെസസറി സ്പെരിക്കൽ കോർഡിനേറ്റ് ആർ നെസസറി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ കേട്ടോ. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആർ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആണ്. അങ്ങോട്ട് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളില്ല. പിന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം നമ്മുടെ സാധാരണ കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആവാം, അല്ലെങ്കിൽ സ്പെരിക്കൽ കോർഡിനേറ്റ്സ് ആവാം, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് ആവാം. ഏത് കോർഡിനേറ്റ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സിസ്റ്റത്തിന്റെ മൂവ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ്. അത്രേ ഉള്ളൂ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ കോർഡിനേറ്റ്സ് എന്താണ് പരസ്പരം ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ എന്ന് പറയാൻ പറ്റും കേട്ടോ. ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം, a rigid body moving freely in space has dash degrees of freedom. റിജിഡ് ബോഡിയുടെ കേസിൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല d × d+1/2 എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. റിജിഡ് ബോഡിയുടെ കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ട 3n-k അല്ല പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. പകരം എന്താണ്, റിജിഡ് ബോഡി ആണെങ്കിൽ d × d+1/2 എന്നുള്ളതാണ് ഫോർമുല ഫോർ റിജിഡ് ബോഡി. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡി എന്ന് പറയുന്നത് ഡയമെൻഷൻ ആണ്. എത്ര ഡയമെൻഷൻ? ഫോർ എക്സാമ്പിൾ, റിജിഡ് ബോഡി മൂവിങ് ഇൻ സ്പേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആണ് അല്ലെ. സോ ദാറ്റ് ഇസ് ഡി എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കാം. 3 × 3+1 4/2 എന്ന് പറയുമ്പോൾ 3 × 2 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ആർക്കുള്ളത്? റിജിഡ് ബോഡി. ഇനി ഒരു പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യുന്ന ആണെന്ന് ചോദിച്ചാലോ, 2 ഡയമെൻഷനിലാണ് പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എഫ് എസ് ഈക്വൽ ടു 2 × 3/2. അവർക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. ഓക്കെ, സോ ഒരു 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ 1 ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് മാറി d × d+1/2 ആണ് അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രെയിൻഡ് ടു മൂവ് അലോങ് ദി ഇന്നർ സർഫസ് ഓഫ് ദി എന്താ പറയാ ഹെമിസ്പെരിക്കൽ ബൗൾ. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ബൗൾ ഉണ്ട്, ആ ബൗളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ബൗൾ ഉണ്ട്, ആ ബൗളിന്റെ ഇന്നർ സർഫസിൽ കൂടെ മാത്രം ആണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞല്ലേ r, θ, എന്നുള്ള 3 കോർഡിനേറ്റ്സ് എടുക്കണമെങ്കിൽ പൊതുവെ എന്നുള്ള ആ ഒരു കോർഡിനേറ്റ് എന്തെങ്കിലും ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു പാത്തോടെ മാത്രം അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ അവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ഒരു കൺസ്ട്രെയിൻ ആ വരുന്നത്. സോ എന്താണ്, ബാക്കി 2 കോർഡിനേറ്റ്സ് ആണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോർഡിനേറ്റ്സ് എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ 3n-k യൂസ് ചെയ്യാം. 3 × 1 - k എത്ര കൺസ്ട്രെയിൻസ്? ഒരു കൺസ്ട്രെയിൻ ആണ് വരുന്നത്, ദാറ്റ് ഇസ് 2 എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അപ്പൊ ആ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആയിട്ട് പറയാൻ പറ്റും. ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഹാസ് ദി ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. ജനറലൈസ്ഡ് വെലോസിറ്റി ഹാസ് ദി ഡയമെൻഷൻ ഓഫ് എന്താ ചോദിക്കുന്നത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ക്യൂ ഡോട്ട്, അങ്ങനെയൊക്കെ നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ പറയാറ്. കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യൂ ഡോട്ട് അല്ലെ, Q1 Q ഡോട്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. ക്യൂ ഡോട്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഡയമെൻഷൻ. ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് dq/dt എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ആണ്. സോ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ ക്യൂ ഡബിൾ കോർഡിനേറ്റഡ് ആണ്. സാധാരണ വെലോസിറ്റി എന്ന് പറയുമ്പോൾ dq/dt ആണ് വെലോസിറ്റി അല്ലെ. dq/dt q ഡബിൾ ഡോട്ട് ആണ് വരുന്നത്. ദാറ്റ് ഈസ് എന്താണ്, ആക്സിലറേഷൻ ആണ് കേട്ടോ. കോർഡിനേറ്റ് ക്യൂ ഡോട്ട് ആണ്, അതിന് വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റിന് dq/dt എടുത്താൽ q ഡബിൾ ഡോട്ട് കിട്ടും. സോ അതെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹാസ് ദി ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. അടുത്ത കൺസ്ട്രെയിൻ ഓൺ ബീഡ് on a uniformly rotating wire in a force free space ആ ചോദിക്കുന്നത്. നമ്മുടെ ഒരു ബീഡ്, നമ്മുടെ സാധാരണ മുത്ത്, അത് നമ്മുടെ ഒരു റൊട്ടേറ്റിംഗ് വയറിൽ നമ്മൾ ഒരു വയർ എടുത്ത് അതിനകത്ത് നമ്മളെ മുത്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന കൺസ്ട്രെയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ പറയുക, റിയോനോമിക് കൺസ്ട്രെയിൻ ആട്ടോ. ടൈമിനനുസരിച്ച് വേരിയിങ് സംഭവിക്കുന്നുണ്ട്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണ്, അതൊരു റിയോണോമിക് കൺസ്ട്രെയിൻ ആട്ടോ. ഓക്കെ, ഇതൊരു ഹോളോണോമിക്കും ആണ് കേട്ടോ. റിയോണോമിക്കും ആണ് ഹോളോണോമിക്കും ആയിട്ട് പറയാൻ സാധിക്കും കേട്ടോ. റിയോണോമിക്കും ഹോളോണോമിക് കൺസ്ട്രെയിൻ ആയിട്ട് പറയാൻ സാധിക്കും. ഇവിടുത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ആ റേഡിയസ് ഓഫ് ദി സർക്കുലർ വയറിന്റെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റേഡിയസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ. അതാണ് അവിടുത്തെ കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത്.
If the generalized coordinate is angle theta, then angle theta, the corresponding force, generalized force at the dimension of coordinate theta ആണ് എങ്കിൽ കോർഡിനേറ്റ് തീറ്റ ആണ് എങ്കിൽ ഫോഴ്സിന് എന്ത് ഡയമെൻഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ തീറ്റ നമ്മളിപ്പോ തീറ്റയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫോഴ്സ് എന്ത് ഡയമെൻഷനിലായിരിക്കും? ടോർക്കിന്റെ ഡയമെൻഷനിലായിരിക്കും അല്ലെ. തീറ്റ നമ്മൾ റൊട്ടേറ്റിംഗ് ഒരു മോഷനിൽ പറയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോർഡിനേറ്റ് ആംഗിൾ തീറ്റ ആണെങ്കിൽ അവിടെ നമ്മൾ ഫോഴ്സ് കണ്ടെത്തിയാൽ ശരിക്കും അത് എന്തിന്റെ ഡയമെൻഷനിലായിരിക്കും? ടോർക്കിന്റെ ഡയമെൻഷനിൽ പെടുന്ന ഒരു സംഭവമായിരിക്കും അല്ലെ. തീറ്റ ആണെങ്കിൽ അത് ടോർക്ക് ആയിരിക്കും. കോർഡിനേറ്റ് തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോർക്ക് ആയിരിക്കും. Okay. The necessary and sufficient condition for the system to be rest. റെസ്റ്റിൽ ഇരിക്കണം എന്നുള്ള നെസസറി കണ്ടീഷന് കൺസർവേഷൻ ഓഫ് എനർജി, പ്രിൻസിപ്പൽ വെർച്വൽ വർക്ക്, പ്രിൻസിപ്പൽ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഓഫ് ആണ്. നെസസറി കണ്ടീഷൻ ഫോർ ദി സിസ്റ്റം ടു ബി റെസ്റ്റിൽ ഇരിക്കണമെങ്കിൽ എന്താണ്? പ്രിൻസിപ്പൽ ഓഫ് വെർച്വൽ വർക്ക് എന്നുള്ളതാണ് നമുക്ക് അല്ലെ. സിഗ്മ ഐ എഫ് ഐ ഡോട്ട് ഡെൽ ആർ ഐ സീറോ എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ ഓഫ് വെർച്വൽ വർക്ക്. സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ആളുടെ നെസസറി കണ്ടീഷനാണ് എന്ത്? പ്രിൻസിപ്പൽ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറയുന്നത്. A non-holonomic constraint may be expressed in the form of equality, inequality, vector. നമുക്ക് ചില നോൺ ഹോളോണമിക് കൺസ്ട്രെയിൻസിനെ ഈക്വൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഹോളോണമിക് ആണെങ്കിൽ നോൺ ഹോളോണമിക് നമുക്ക് ഇൻഇക്വാലിറ്റിയുടെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻഇക്വാലിറ്റിയുടെ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് നോൺ ഹോളോണമിക് കൺസ്ട്രെയിൻസ് ആണ് കേട്ടോ. The generalized momentum Pi needed to generalize momentum Pi need not always dash of the linear momentum. ജനറലൈസ്ഡ് മൊമെന്റത്തിന് എപ്പോഴും എന്തിന്റെ ഇതാവണം നിർബന്ധമില്ല എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റിന്റെ ഡയമെൻഷൻ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ജനറലൈസ്ഡ് മൊമെന്റം പി ഐ എന്ന് പറയുന്നത് need not always have the dimension. ലീനിയർ മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷൻ ആവണം നിർബന്ധമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് നമ്മുടെ കോർഡിനേറ്റ് ക്യൂ എന്നുള്ള കോർഡിനേറ്റ് എക്സ് വൈ സെഡ് അങ്ങനെയുള്ള കോർഡിനേറ്റ്സ് ആണ് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റത്തിന്റെ തന്നെ എന്താണ് ജനറലൈസ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റത്തിന്റെ തന്നെ എന്താ പറയാ ഡയമെൻഷൻ. സപ്പോസ് നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് തീറ്റ ആണെങ്കിൽ നമ്മൾ ജനറലൈസ് മൊമെന്റം കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്താ പറയാ ലാഗ്രാഞ്ചിന്റെ ഫോമിൽ പറയുകയാണെങ്കിൽ ഡോ എൽ ബൈ ഡോ തീറ്റ അല്ലെ. ഡോ എൽ ബൈ ഡോ ക്യൂ എന്ന് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എന്താണ് നമുക്ക് പി ഐ ഡോട്ട് അല്ലെങ്കിൽ മൊമെന്റം ഒക്കെ കിട്ടുന്നത് അല്ലെ. ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ഒക്കെ ചെയ്യുമ്പോഴാണ് മൊമെന്റം പി ഒക്കെ കിട്ടുന്നത്. അതുപോലെ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പൊ കോർഡിനേറ്റ് ക്യൂ ഡോട്ട് ആണ് എടുക്കുന്നതെങ്കിലും ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ കിട്ടും. ഈ പി എന്ന് പറഞ്ഞാൽ ലീനിയർ. പക്ഷെ തീറ്റ ആണ് എടുക്കുന്നതെങ്കിലും സ്വാഭാവികം നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ആംഗുലർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും കിട്ടുക. ആംഗുലർ മൊമെന്റ് കാരണം തീറ്റ ആംഗിൾ വന്നു അതിന്റെ നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ഡയമെൻഷനിലായിരിക്കും കയറിയത്. അപ്പൊ നമ്മൾ ഏത് കോർഡിനേറ്റ്സ് എടുക്കുന്നു, ഏത് ആംഗിൾ ആണോ അല്ല സാധാരണ എക്സ്പൈസഡ് കോർഡിനേറ്റ് എടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഡയമെൻഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ജനറലൈസ്ഡ് മൊമെന്റ് പിക്ക് എപ്പോഴും എന്താവണം? ലീനിയർ മൊമെന്റ് ഡയമെൻഷൻ ആവണമെന്നില്ല. അതിന്റെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആംഗുലർ മൊമെന്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. Which of the following can be used as a set of generalized coordinate? ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത് കാർട്ടീഷ്യൻ, സ്പെരിക്കൽ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. നമുക്ക് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർട്ടീഷ്യൻ ആണെങ്കിൽ സ്പെരിക്കൽ ആണെങ്കിൽ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് ഓർക്കിപ്പിക്കാൻ പറ്റുന്ന ഏതാണ്? ഈ പറഞ്ഞ കാർട്ടീഷ്യൻ, സ്പെരിക്കൽ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. സോ ഓൾ ദി എബോവ് നമുക്ക് പറയാൻ സാധിക്കും. If T is a kinetic energy and V be the potential energy in generalized form, Lagrangian is given by. Okay, Lagrangian. നമുക്ക് ഫുൾ ലഗ്രാഞ്ചിയൻ വെച്ചിട്ടുള്ള കളികളാണ് ഈ ചാപ്റ്റർ മൊത്തം അല്ലെ. ലഗ്രാഞ്ചിയന്റെ ഫോം അപ്പൊ നമുക്ക് ലഗ്രാഞ്ചിയൻ നമുക്കറിയാം എല്ലാമാണ് റെപ്രസെന്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അറിയില്ലെങ്കിൽ നമുക്ക് ലഗ്രാഞ്ചിനെ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടി മൈനസ് വി. കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്ത ലഗ്രാഞ്ചിയൻ. ഇതേ സ്ഥലം ഹാമിൽട്ടോണിയൻ കണ്ടെത്തണമെങ്കിലോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ മതി. ഓക്കെ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഹാമിൽട്ടോണിയൻ, കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്ത് എന്താണ്
ലഗ്രാഞ്ചിയൻ. അപ്പൊ നമുക്ക് ലഗ്രാഞ്ചിയനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എന്താണ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് എഴുതാറുള്ളത്? ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുന്നത് അല്ലേ? ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുന്നത് അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് അല്ലെങ്കിൽ ഡോ ബൈ ഡോ ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ മോഷൻ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ conservative are not conservative, force of the system are not conservative. ഇതൊരു കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ ആണ് നമ്മൾ ഈ പറഞ്ഞ ഡി ബൈ ഡി ടി ഡോൾ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോൾ ബൈ ഡോ ക്യൂ ഇക്വൽ ടു 0 എന്ന് പറയുന്ന സംഭവം. ഒരു നോൺ കൺസർവേറ്റീവ് സിസ്റ്റം ആണ് എടുക്കുന്നതെങ്കിലോ, ഒരു കൺസർവേറ്റീവ് ആണ് നോൺ കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എഴുതും നമ്മൾ എഴുതുന്നത് ടി എന്താ പറയുക ടി മാത്രമല്ല പൊട്ടൻഷ്യൽ അവിടെ നോൺ കൺസർവേറ്റീവ് പൊട്ടൻഷ്യൽ ആവശ്യമില്ല. ഇപ്പൊ ഡോ ബൈ ഡോ ടി ഓഫ് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ബൈ ഡോ ടി ഓഫ് എന്താ ഡോ ടി ബൈ ഡോ ക്യൂ ഡോട്ട് അല്ലെ മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ഇസ് ഈക്വൽ ടു 0. ഇത് നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ ആണ് നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഇത് കൺസർവേറ്റീവ്. ഒരു കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവൂ നോൺ കൺസർവേറ്റീവ്. വിയുടെ ടേംസിൽ എഴുതി കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഡോ ബൈ ഡോ ക്യൂ ഡോ ബി ബൈ ഡോ ക്യൂ മൈനസ് ഡോ ബി ബൈ ഡോ ക്യൂ എന്ന് എഴുതി കണ്ടിട്ടുണ്ട്. ഇങ്ങനെയും കണ്ടിട്ടുണ്ട്. സോ ഇത് രണ്ടും എന്താ നോൺ കൺസർവേറ്റീവ്. രണ്ടും ചേർത്ത് എല്ലിന്റെ റെപ്രസെന്റേഷനിൽ വരുവാണെങ്കിൽ മാത്രമേ കൺസർവേറ്റീവ് ഫോഴ്സിൽ വരുന്നുള്ളൂ. ലഗ്രാഞ്ച് ഇക്വേഷൻ മോഷൻ ഇസ് ഇക്വാലന്റ് ടു നമ്മുടെ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ ഇക്വാലന്റ് ആയിട്ട് വരുന്നതാണ് ലഗ്രാഞ്ച് ഇക്വേഷൻ മോഷൻ എന്ന് പറയുന്നത്. ന്യൂട്ടോണ മെക്കാനിക്സിനകത്ത് മോഷൻ ഫോഴ്സിന്റെ ടേംസിൽ പറയുമെങ്കിൽ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയാൻ എനർജിയുടെ ടേംസിൽ പറയുന്നതാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് അല്ലെ? ശരിക്കും ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആണെങ്കിൽ ലഗ്രാഞ്ചിയനിൽ നമുക്ക് എന്താ പറയുക പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് മെയിൻ ആയിട്ട് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കൺസ്ട്രെയിൻസ് ഇല്ലാത്ത ഫോഴ്സുകളെ വെച്ചിട്ടാണ് പൊതുവെ ലഗ്രാഞ്ച് മോഷൻസ് പറയാറുള്ളത്. നമ്മൾ കൺസ്ട്രെയിൻസ് മാറ്റിക്കൊണ്ടുള്ള കോർഡിനേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ന്യൂട്ടൺ മെക്കാനിക്സ് നമ്മൾ അങ്ങനെ കൺസ്ട്രെയിൻസ് ഒഴിവാക്കുന്നില്ല കേട്ടോ. ലഗ്രാഞ്ച് n number of particles are the generalized coordinate are 3n minus k. നമ്മൾ പറഞ്ഞില്ലേ n is equal to 3n minus k തന്നെയാണ്. Two particles are moving in a space without any connection between them. For them, how many Lagrangian equation can be written? എന്താ ചോദ്യം? നമുക്ക് രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷെ ഒരു കണക്ഷനും ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അവര് തമ്മിൽ എന്താ ഒരു ബന്ധം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമുക്ക് 3n minus k തന്നെ. k എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് വരാം. കാരണം യാതൊരു വിധ കൺസ്ട്രെയിൻസ് മോഷനും അവരുടെ ഇല്ല. കാരണം ദേ ആർ മൂവിങ് ഫ്രീലി വിത്തൗട്ട് എനി കണക്ഷൻ. യാതൊരു കണക്ഷൻ ഇല്ലാന്ന്. കണക്ഷൻസ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഫോർ എക്സാമ്പിൾ രണ്ട് പാർട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് റെസ്ട്രിക്ഷൻ വന്നു അല്ലെ? അവിടെ കൺസ്റ്റന്റ് k1. സോ 3n minus k എന്ന് പറയുമ്പോൾ 3 into 2 minus 1 എന്ന് പറയുമ്പോൾ 6 minus 1 5 എന്നുള്ള രീതിയിൽ. പക്ഷെ കണക്ഷനേ ഇല്ല എന്ന് അവർ പറയുന്നത്. കണക്ഷൻ ഇല്ലെങ്കിൽ k 0 ആണ്. 3 into 2 6 എന്ന് മാത്രം നമുക്ക് എഴുതാൻ 6 കോർഡിനേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പേസിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് 3n minus k അല്ലെ നമുക്ക് പറഞ്ഞു. സോറി, in Lagrangian equation, virtual displacement does not involve. Okay, Lagrangian equationൽ ആ നമ്മൾ വിർച്വൽ വർക്കുമായിട്ട് വരുന്ന അവിടുത്തെ ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് ഡു എനി അല്ലെ ഡസ് നോട്ട് ടൈം എന്നുള്ള സംഭവം സ്റ്റേഷനറി എന്നുള്ള സംഭവത്തിലല്ലേ നമ്മൾ പറയുന്നതോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് വിർച്വൽ വർക്ക് പറഞ്ഞാൽ സ്റ്റേഷനറി സിസ്റ്റത്തിന്. സ്റ്റേഷനറി സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ടൈമിന്റെ ആവശ്യമുണ്ടോ? ടൈമിന്റെ ആവശ്യമില്ല. അപ്പോൾ they does not involve എന്താണ് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് does not involve ടൈം എന്നുള്ള ഫാക്ടർ നമുക്ക് അവിടെ ആവശ്യമില്ല. പോസിബിൾ ലഗ്രാഞ്ചിയൻ ഫോർ ഫ്രീ പാർട്ടിക്കിൾ കേട്ടോ. നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട്. പോസിബിൾ ലഗ്രാഞ്ചിയൻ ഫോർ ഫ്രീ പാർട്ടിക്കിൾ L is equal to q dot square minus q square. B L is equal to q dot square minus q dot. C L is equal to q dot square minus q. Option D
ക്യൂ ഡോട്ട് സ്ക്വയർ മൈനസ് 1/2. ഇതിനകത്ത് ഏതാണ് ഫ്രീ പാർട്ടിക്കിളിന്റെ ലഗ്രാഞ്ച് എങ്ങനെ കണ്ടെത്തും? ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണ്. ആദ്യം തന്നെ എന്താണ് ഫ്രീ പാർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കുക. ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്ന സംഭവം സീറോ ആണെങ്കിൽ നമുക്ക് അതിനെ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയാൻ കഴിയും. ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആക്സലറേഷൻ സീറോ ആവുന്ന ഇക്വേഷൻ ഇത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഫ്രീ പാർട്ടിക്കിളിന്റെ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ, ഓക്കെ, ഓപ്ഷൻ എ ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഡി ബൈ നമുക്ക് ലഗ്രാഞ്ചിയൻ വെച്ചിട്ട് അപ്പൊ ലഗ്രാഞ്ച് അപ്പൊ നമുക്ക് ലഗ്രാഞ്ച് ഇക്വേഷൻ തന്നെ ആയിരിക്കും ഡി ബൈ ഡി ടി ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് ഇക്വേഷൻ. അങ്ങനെയാണ് നോക്കി ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ എൽ എന്താണ് ക്യൂ ഡോട്ട് സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. സോ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ടു ക്യൂ ഡോട്ട് അല്ലെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ചെയ്യുമ്പോഴോ എഗെയിൻ എന്താണ് ഡോ എൽ ബൈ ഡോ ക്യൂ ചെയ്യുന്ന സമയത്ത് ടു ക്യൂ അല്ലെ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ എന്താണ് ദാറ്റ് ഇസ് ടു ക്യൂ ഡബിൾ ഡോട്ട് മൈനസ് ടു ക്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. ദാറ്റ് ഇസ് നമുക്ക് ക്യൂ ഡബിൾ ഡോട്ട് അല്ലെ എന്താ പറയുക ഈക്വൽ ടു ക്യൂ എന്നാണ് കിട്ടുക. ക്യൂ ഡബിൾ ഡോട്ട് സീറോ ആവുന്നില്ല, ക്യൂ ഡബിൾ ഡോട്ട് സീറോ ആവുന്നില്ല. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പറയാം ഓപ്ഷൻ എ അല്ല എന്ന് പറയാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി എന്താ പറയുന്നത് എൽ ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് സ്ക്വയർ മൈനസ് ക്യൂ ക്യൂ ഡോട്ട് ആണ്. ഇപ്പൊ നോക്കിയേ നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് എന്താണ് ടു ക്യൂ ഡോട്ട് കഴിഞ്ഞോ മൈനസ് ക്യൂ ഉണ്ട് അല്ലെ കാരണം ഇവിടെ ഒരു ക്യൂ ഇല്ലേ. ക്യൂ ഡോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു ക്യൂ ഡോട്ട് മൈനസ് ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ എന്താണ് ക്യൂ ആണ് അല്ലെ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ സാധിക്കും അല്ലെ. ദാറ്റ് ഈസ് എന്താണ് ടു ഇൻറ്റു ക്യൂ ഡബിൾ ഡോട്ട് മൈനസ് ഡി ബൈ ഡി ടി എടുക്കുക കേട്ടോ. ക്യൂ ഡോട്ട് മൈനസ് ആക്ച്വലി ഇത് ക്യൂ ഡോട്ട് ആണ് മൈനസ് ക്യൂ ഡോട്ട് ഇസ് ഈക്വൽ ടു ഓക്കെ ഇവിടെ ആക്ച്വലി മൈനസ് വന്നു അല്ലെ ഒരു മൈനസ് വരുന്നുണ്ട്. സോ മൈനസ് ക്യൂ ആണ് കേട്ടോ ഇവിടെ പ്ലസ് വന്നേ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ആണ്. മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ചെയ്യുമ്പോൾ മൈനസ് ക്യൂ വരുന്നുണ്ട് അല്ലെ മൈനസ് ക്യൂ ഇത് വരുന്നുണ്ട് മൈനസ് ക്യൂ ഡോട്ട് ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. അപ്പൊ ഈ മൈനസ് ഇതിന്റെ മൈനസ് കൊണ്ട് പ്ലസ് ആയി കേട്ടോ. സോ ക്യൂ ഡോട്ടും ഈ പ്ലസ് ഇതിന് അപ്പൊ ബാക്കി എന്തായാലും ടു ക്യൂ ഡോട്ട് ഡബിൾ ഡോട്ട് സീറോ ആണ്. ദാറ്റ് ഇസ് ക്യൂ ഡബിൾ ഡോട്ട് സീറോ ആണ് കിട്ടും. നോക്കിയേ ആക്സിലറേഷൻ സീറോ ക്യൂ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ആക്സിലറേഷൻ ആണ്. ക്യൂ ഡബിൾ ഡോട്ട് സീറോ ആണ് ആക്സിലറേഷൻ സീറോ ആണ് ആക്സിലറേഷൻ സീറോ. ഓക്കെ, ആക്സിലറേഷൻ സീറോ ആകുമ്പോൾ ആക്സിലറേഷൻ സീറോ ആകുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും എന്താ ഓപ്ഷൻ ബി ആയിട്ടുള്ള അല്ലെ ഓപ്ഷൻ ബി ആയിട്ടുള്ള എൽ ക്യൂ ഡോട്ട് സ്ക്വയർ മൈനസ് ക്യൂ ക്യൂ ഡോട്ട് എന്നുള്ള ഇക്വേഷൻ എന്തായിട്ട് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ ലഗ്രാഞ്ച് ക്യൂ ഡോട്ട് സ്ക്വയർ മൈനസ് ക്യൂ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ ഫ്രീ പാർട്ടിക്കിൾ ആണ് അറിഞ്ഞിരിക്കുക കേട്ടോ.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലഗ്രാഞ്ചിയൻ ഓഫ് ഫ്രീ പാർട്ടിക്കിൾ കണ്ടെടുത്തേണ്ടത്. ഫ്രീ പാർട്ടിക്കിളിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ സീറോ ആണെന്ന് കണ്ടെത്തിയാൽ മതി ഫ്രീ പാർട്ടിക്കിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഐസോട്രോപ്പി ഓഫ് സ്പേസ് ലീഡ്സ് കൺസർവേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് ഈ പറഞ്ഞ കൺസർവേഷൻ ഒക്കെ ഐറ്റംസ് വരുന്നത് കൊണ്ട് ഞാൻ ആ ചോദ്യം ഇൻക്ലൂഡ് ചെയ്താണ്. ഐസോട്രോപ്പി ഓഫ് സ്പേസ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. സ്പേസിന്റെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം കേട്ടോ. ഹോമോജിനിറ്റി ഓഫ് ടൈം ആണെങ്കിൽ ഹോമോജിനിറ്റി ഓഫ് ടൈം ലീഡ്സ് ടു homogeneity of time leads to conservation of linear moment അല്ല കേട്ടോ. കൺസർവേഷൻ ഹോമോജിൻ ടൈം ആണെങ്കിൽ എന്താ പറയാ കൺസർവേഷൻ ഓഫ് എനർജി ആണ് കേട്ടോ. ഹോമോജിനിറ്റി ഓഫ് ടൈം ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് എന്താ പറയാ എനർജി. ടൈം ആണെങ്കിൽ ഐസോട്രോപ്പി ഓഫ് സ്പേസ് ആണെങ്കിൽ കൺസർവേഷൻ ഓഫ് എന്താ പറയാ മൂന്നെണ്ണ പറയുന്നത്. ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആണെങ്കിൽ ലീനിയർ മൊമെന്റം. ഓക്കെ, ഹോമോജിനിറ്റി ഒക്കെ വേറെ കളർ എടുക്കാം. ഹോമോജിനിറ്റി സ്പേസ് ലീനിയർ മൊമെന്റം. ഹോമോജിനിറ്റി ഓഫ് ടൈം എന്താണ് എനർജി. ഐസോട്രോപ്പി ഓഫ് സ്പേസ് പ്രത്യേകിച്ച് ഐസോട്രോപ്പി ഓഫ് സ്പേസ് ആണെങ്കിൽ ആംഗുലർ മൊമെന്റ് കേട്ടോ. ആംഗുലർ മൊമെന്റ് എന്നുള്ള മൂന്നെണ്ണമാണ് പറയുന്നത് കേട്ടോ. The total linear moment of the system of the particle remains always constant if conservative forces act on the system, non-conservative forces act on the system, no resultant forces acting on the system, variable force acting on the system. Okay, ഒരു സിസ്റ്റം ടോട്ടൽ ലീനിയർ മൊമെന്റം സിസ്റ്റം കോൺസ്റ്റന്റ് ആണ്, ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഓക്കെ എഫ് ഇസ് ഈക്വൽ ടു അല്ലെ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്ന സാധനം ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് സീറോ ആണ്. അതായത് ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ഡി പി ബൈ ഡി ടി സീറോ എന്നുള്ള രീതിയിൽ, അതായത് ഫോഴ്സ് മൊമെന്റം പി കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഡി പി ബൈ ഡി ടി സീറോ ആയിട്ട്, സോ ഫോഴ്സ് സീറോ ആയിട്ട് മാറും. അപ്പൊ മൊമെന്റം ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് നോക്കി അവിടെ ടേം ഉണ്ട്, ലീനിയർ മൊമെന്റം സിസ്റ്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ സിസ്റ്റത്തിനകത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഇതേ സ്ഥാനത്ത് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആംഗുലർ മൊമെന്റ് ആണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്നല്ല പറയാം, റിസൾട്ടന്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദി സിസ്റ്റം എന്നുള്ള രീതിയിൽ പറയാം. റിസൾട്ടന്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദി സിസ്റ്റം എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, the work done by the forces moving a particle from point A to point B does not depend on the path taken by it, and force is called. നോക്കിയേ, നമ്മൾ വർക്ക് ഡൺ ചെയ്യുന്നു. വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നു. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് പോകുന്നു. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലോട്ട് നമ്മൾ വർക്ക് ചെയ്ത് ആ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇതിനകത്ത് ഈ പാത്ത് ഫോളോ ചെയ്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ഫോഴ്സ് ആയിട്ട് പറയാം? ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ടേക്കൺ, അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. കൺസർവേറ്റീവ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് ഈ ഫോഴ്സ് അറിയാം. കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെ. ഒരു മാങ്ങ താഴോട്ട് വീഴുന്നു, എങ്ങനെ വേണമെങ്കിൽ മാങ്ങ താഴെ വീണൂടെ? താഴെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടൂ. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇന്ന സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല അല്ലെ. ഒരു പാരാബോള പ്രൊജക്ടൈൽ മോഷൻ പാരാബോളിക് ആയിട്ട് എറിഞ്ഞാലും താഴെ വന്ന് വീഴും.
എങ്ങനെ നിങ്ങൾ ഷേപ്പിൽ എറിഞ്ഞാലും ആ സാധനം വന്ന് താഴെ വീണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ദേ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് അല്ലെ. പക്ഷെ ചില ഫോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമ്മൾ നോക്കുക പ്യൂർലി ഡിപ്പെൻസ് ഓൺ ദി പാത്ത് അല്ലെ. എണ്ണ ഒഴിച്ച പ്രതലാണെങ്കിൽ നമ്മളെ വഴിക്കടിച്ചു വീഴും അല്ലെ. ഇതേ സ്ഥാനത്ത് നമ്മൾ നല്ലൊരു മെറ്റൽ ഇട്ട റോഡാണെങ്കിലോ നമുക്ക് കുറച്ചുകൂടി നടക്കാൻ എന്താ പറയാ ഒരു റഫ്നെസ് കിട്ടും. അപ്പൊ നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. വർക്ക് ഡൺ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ആ ഒരു മൂവ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവം. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൺസേർവ്ഡ് ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ന് വിളിക്കുക കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇഫ് ദി ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ടൈം എക്സ്പ്ലിസിറ്റ്ലി, ഓക്കെ, ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് upon ദി ടൈം എക്സ്പ്ലിസിറ്റ്ലി, ദെൻ എന്താണ്? ഹാമിൽട്ടോണിയൻ ഇസ് കോൺസ്റ്റന്റ് എന്ന് പറയാം കേട്ടോ. ലഗ്രാഞ്ചിയൻ നമുക്കറിയാം, ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ തമ്മിൽ ബന്ധം. കാരണം ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എൽ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ലഗ്രാഞ്ചിയൻ എന്താ പറയുക, ലഗ്രാഞ്ചിന് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എങ്കിൽ, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ എന്ന് പറയുന്നത് സീറോ ആണല്ലേ. ലഗ്രാഞ്ച് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ടേം ഇല്ല അല്ലെ. ഡോ എൽ ബൈ ഡോ ക്യൂ എന്ന് മാത്രമുള്ള ഒരു എക്സിസ്റ്റന്റ്, ഡോ എൽ ബൈ ആ ഒരു ഇതാണ്. ലഗ്രാഞ്ചിന് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല, ഡോ എൽ ബൈ ഡോ ടി എന്ന് പറയുന്ന സംഭവം സീറോ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? ഹാമിൽട്ടോണിയനും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും കേട്ടോ. ഹാമിൽട്ടോണിയനും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ ബന്ധം എങ്ങനെയാണ്? ഡോ എൽ ബൈ ഡോ ടി എന്ന് പറയുന്നത് മൈനസ് ഡോ എച്ച് ബൈ ഡോ ടി ആണ് കേട്ടോ. ഡോ എൽ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ്. അപ്പൊ ഡോ എൽ ബൈ ഡോ ടി സീറോ ആണ്, സ്വാഭാവികമായിട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ ടി സീറോ, എച്ച് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അതാണ് സംഭവിച്ചത്. ഡോ എൽ ബൈ ഡോ ടി സീറോ ആണെങ്കിൽ മൈനസ് ഡോ എച്ച് ബൈ ഡോ ടി സീറോ ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് മാറി. അതാണ് പറയുന്നത് ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം, ദെൻ ഹാമിൽട്ടോണിയൻ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയും. Choose the correct statement. The angular momentum is conserved for a system processing rotational symmetry. Lagrangian of the system is invariant under translation along a direction. The corresponding linear momentum is conserved. For a conserved system, Hamiltonian is equal to sum of kinetic and potential energy. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി കറക്റ്റ് ആണ്. ഓക്കെ, ആംഗുലർ മൊമെന്റം ഇസ് കൺസേർവ്. റൊട്ടേഷണൽ സിമെട്രി ഉള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊമെന്റം ആണ് ആംഗുലർ മൊമെന്റം. റൊട്ടേഷണൽ സിമെട്രി ഉണ്ടെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്ത ചോദ്യം എന്താ? ലഗ്രാഞ്ചിയൻ സിസ്റ്റം ഈസ് ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ലേഷൻ അലോങ് ദി ഡയറക്ഷൻ. സപ്പോസ് നമ്മൾ ലഗ്രാഞ്ചിയനിൽ വ്യത്യാസമല്ല, ഒരു ട്രാൻസിഷൻ ഒരു ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് ലഗ്രാഞ്ചിയനിൽ മാറ്റമൊന്നും വരാതെയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തില് എന്താ പറയുക, ശരിക്കും പറഞ്ഞ ഹാമിൽട്ടോണിയൻ നമ്മൾ പറയുന്നതാണ്. കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എനർജി കൺസർവേറ്റീവ് സിസ്റ്റത്തിന് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ടി പ്ലസ് വി ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൈനറ്റിക് എനർജി എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ബി എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും അല്ലെ. എച്ച് ഇസ് ഈക്വൽ ടി പ്ലസ് ബി എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആണ് ഹാമിൽട്ടോണിയൻ ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ടോട്ടൽ എനർജി ആയിട്ട് പറയാൻ സാധിക്കും കേട്ടോ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഓഫ് ആർ കൺസർവേറ്റീവ്, ദെൻ ഹാമിൽട്ടോണിയൻ ആട്ടോ. ദെൻ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന എന്താ ഹാമിൽട്ടോൺ അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാമിൽട്ടോണിയൻ അല്ലാതെ തോന്നുന്നു. കൺസർവേറ്റീവ് ആണെങ്കിൽ ടോട്ടൽ എനർജി ടി പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാം. ടി പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാൻ സാധിക്കും കേട്ടോ. Hamiltonian is defined as the Hamiltonian എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? It is nothing but എന്താ? The total energy of system. ടോട്ടൽ എനർജി ആണെന്നുണ്ടെങ്കിൽ ഹാമിൽട്ടോണിയൻ എന്ന് വിളിക്കാറുള്ളത്. സിസ്റ്റത്തിന് ടോട്ടൽ എനർജി ആണെന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ എന്ന് വിളിക്കാറുള്ളത്. Abstract methods are developed leading to the
reformulation of classical mechanics. ഏതൊക്കെ മെത്തേഡ്സ് മെത്തേഡ് ദാറ്റ് വർ ഡെവലപ്പ് ലീഡിങ് ടു ഫോർമുലേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫോർമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താ പറയുക അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലഗ്രാഞ്ചിയനും വരും ഹാമിൽട്ടോണിയൻ വരും കേട്ടോ ബോത്ത് എ ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ നമ്മൾ നേരത്തെ തൊട്ട് അറിയുന്ന ഒരു കാര്യമാണ് രണ്ട് പേരുടെ ഇടയിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറയുന്നത് ദാറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓക്കെ അത് നമുക്ക് ഈ പറഞ്ഞ ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വേരിയേഷണൽ പ്രിൻസിപ്പിൾ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണത് അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ പ്ലെയിൻ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ n-dimensional space is called നമ്മൾ പറഞ്ഞു n-dimensional space is called the configuration space. Generalized momentum is also called നോക്കി generalized momentum നമുക്ക് രണ്ടായിട്ട് വിളിക്കാൻ സാധിക്കും കനോണിക്കൽ മൊമെന്റം എന്നും എന്താണ് കനോണിക്കൽ മൊമെന്റം എന്നും അല്ലെങ്കിൽ കോൺജുഗേറ്റ് മൊമെന്റം എന്നും വിളിക്കാറുണ്ട് ഓക്കെ കോൺജുഗേറ്റ് മൊമെന്റം നമുക്ക് മൊമെന്റ് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇതിനകത്ത് എൽ അറിയെങ്കിൽ ഇഫ് എൽ ഇസ് നോൺ നമുക്ക് കോർഡിനേറ്റ് അറിയെങ്കിൽ മൊമെന്റ് എഴുതാൻ പറ്റും പി ഐ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് എന്ന് എഴുതാൻ പറ്റും കേട്ടോ പി ഐ ഇസ് ഈക്വൽ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റും കോൺജുഗേറ്റ് മൊമെന്റ് അല്ലെങ്കിൽ എന്ത് കനോണിക്കൽ മൊമെന്റ എന്ന് വിളിക്കാം ജനറലൈസ്ഡ് മൊമെന്റത്തിന് ഇതാക്കുന്നു ഇനി തിരിച്ചു വേണമെങ്കിൽ പി ഐ ഡോട്ട് എന്ന് പറയുമ്പോൾ ഡോ എൽ ബൈ ഡോ ക്യൂ നോക്കി ഒരു ഡോട്ട് ഇവിടെ വന്ന് ഇവിടെ ഡോട്ട് എഴുതരുത് പി ഇസ് ഈക്വൽ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് പി ഡോട്ട് എന്ന് പറയുമ്പോൾ ഡോ എൽ ബൈ ഡോ ക്യൂ എന്ന് എഴുതാൻ പറ്റും ഓക്കെ ഡോ എൽ ബൈ ഡോ ക്യൂ ഇനിയിപ്പോ ഈ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് നമുക്ക് സപ്പോസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 0 അല്ല കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ക്യൂ എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട് പറയാൻ പറ്റും ഒരു സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട് പറയാൻ സാധിക്കും കേട്ടോ ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് 0 ആണെങ്കിൽ നമുക്ക് തന്നെ സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട് പറയാൻ സാധിക്കും If you make a canonical transformation from a set of variables px, qx to new set of variable px, qk and transform Hamiltonian identically equal to 0, എന്താണ് സംഭവിക്കുന്നത് അത് ട്രാൻസ്ഫോർമേഷൻ അല്ലെ അതായത് നമ്മൾ സപ്പോസ് നമ്മൾ കനോണിക്കൽ ട്രാൻസ്ഫോർ ചെറിയ സെറ്റ് കുഞ്ഞു പി കേട്ടോ പി കെ ക്യൂ കെ എന്നുള്ളതിൽ നിന്ന് എന്ത് ചെയ്യുന്നു പി കെ ക്യൂ കെ എന്നുള്ള വലിയ ഇതിലോട്ട് മാറ്റുന്നു ഓക്കെ വലിയ ഇതിലോട്ട് മാറ്റുന്നു അപ്പൊ എങ്ങനെ നമുക്കറിയാം ക്യൂ കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഹാമിൽട്ടോണി അറിയെങ്കിൽ ഡോ എച്ച് ബൈ ഡോ ടി ചെയ്താൽ പി കെ ചെയ്യാൻ പറ്റും പി കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ എടുക്കണം ഹാമിൽട്ടോണിന്റെ കേസിൽ പറയാട്ടെ നമ്മൾ ഹാമിൽട്ടോണിയനെ വെച്ച് ട്രാൻസ്ഫർ ഹാമിൽട്ടോണിയൻ എന്ത് മാറ്റം വരുന്നതാണ് പറയാം അതിനനുസരിച്ച് ഇപ്പൊ ക്യൂ കെ പറഞ്ഞ ഡോ എച്ച് ബൈ ഡോ പി കെ എന്നും പി കെ സിക്കുള്ള മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ ആണ് കൊടുത്തേക്കുന്നത് അങ്ങനാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറ അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പി കെ ഇപ്പൊ വലിയ സെറ്റ് ആളെ കണ്ടെത്താൻ പി കെ എന്ന് പറയുന്നത് എന്താണ് ഡോ എച്ച് ബൈ മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ ആൻഡ് ക്യൂ കെ എന്ന് പറയുന്നത് എന്താണ് ഡോ എച്ച് ബൈ ഡോ പി കെ നേടാം ഓക്കെ അപ്പൊ അവർ പറഞ്ഞു ട്രാൻസ്ഫോംഡ് ഹാമിൽട്ടോണിയൻ ഐഡന്റിറ്റി 0 ആണ് എച്ച് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എച്ച് 0 ആണെങ്കിൽ നോക്കിയേ പി കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എച്ച് 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് പി കെ അല്ലെ സോറി ഇത് ക്യൂ സോറി കേട്ടോ ഇത് ഡോട്ട് ഉണ്ട് പി ക്യൂ നമ്മൾ ഇവിടെ ഡോട്ട് ഇട്ടില്ലെങ്കിൽ ഇവിടെ ഡോട്ട് വരും ഓക്കെ ഈ സൈഡിൽ ഡോട്ട് ഇട്ടില്ലെങ്കിൽ ഇവിടെ ഡോട്ട് വരും കേട്ടോ അപ്പൊ എച്ച് 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പി കെ ഡോട്ട് എന്ന് പറയുന്നതും 0 ആയിട്ട് മാറി അല്ലെ പി കെ എന്ന് പറഞ്ഞപ്പോ ഒരു കോൺസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ എന്താണ് ക്യൂ കെ ഡോട്ട് ഒരു 0 ആയിട്ട് മാറി ക്യൂ കെയും എന്താണ് കോൺസ്റ്റന്റ് ആണ് മനസ്സിലായോ പറഞ്ഞത് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ഹാമിൽട്ടോണിയനായിട്ട് ബന്ധം പറഞ്ഞ ക്യൂ കെ ഡോട്ടിന് പി കെ ഡോട്ടിന് ബന്ധം പറഞ്ഞു അതായത് പി കെ ഡോട്ടിന് ക്യൂ കെ ഡോട്ടിന് ബന്ധം പറഞ്ഞു ഹാമിൽട്ടോണിയൻ 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് പി കെ ഡോട്ടും ക്യൂ കെ ഡോട്ടും 0 ആയിട്ട് വരും ദാറ്റ് ഇസ് പി കെയും ക്യൂ കെയും എന്തായിട്ട് വരും കോൺസ്റ്റന്റ് ആണ് ന്യൂ വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ് ഇൻ ടൈം ന്യൂ വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ് ഇൻ ടൈം എന്ന് പറയാൻ പറ്റും whenever the Lagrange of the system does not contain time coordinate explicitly, then pk generalized pk is a cyclic coordinate pk
is a generalized pk generalized momentum. Pk generalized momentum is a constant of motion. Pk the generalized momentum is a constant motion. Qk is always zero. None of the above എന്നാണ് ചോദിക്കുന്നത്. അതായത് ലഗ്രാഞ്ചിന് ടൈം ഇല്ല അല്ലെ, ലഗ്രാഞ്ചിന് ടൈം ഇല്ല എങ്കിൽ നോക്കി എന്താ ഇപ്പൊ സംഭവിച്ചേക്കുന്നത് നമുക്കറിയാം. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഈക്വൽ ടു സീറോ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ. ലഗ്രാഞ്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ എടുത്തു. നമ്മൾ ലഗ്രാഞ്ചിനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ട് ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ആദ്യം എഴുതുക. അവിടുന്ന് പല കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കിയേ അടുത്ത് നോക്കിയേ ഡി ബൈ ഡി ടി ടൈം ഡസ് നോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് സീറോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണല്ലോ. നമുക്കറിയാം ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം നമ്മൾ പഠിച്ചു അല്ലെ. ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് വന്നാൽ ഇവിടെ എന്താണ് പി ആണ് വരുന്നത് അല്ലെ. സോ ഡി ബൈ ഡി ടി ഓഫ് അല്ലെ ഡി ബൈ ഡി ടി ഓഫ് പി എന്ന് പറയുന്ന അല്ലെ പി എന്ന് പറയുന്നത് സീറോ ആണ്. അതായത് ഡി പി ബൈ ഡി ടി സീറോ ആണെന്ന് പറയുമ്പോ എന്ന് പറയാം അല്ലെ. ആ ചേഞ്ച് സീറോ എന്ന് പറയുമ്പോ പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ലഗ്രാഞ്ച് പി കെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് പി കെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണ് പി കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. ക്യൂ അല്ല കോൺസ്റ്റന്റ്, ക്യൂ സീറോ ആവുന്നു എന്നല്ല പറയുന്നത്, പി കെ എന്ന് പറയുന്നത് ആയിട്ട് പറയാൻ സാധിക്കും കേട്ടോ. The dimension of generalized momentum. The dimension of generalized a moment ഇല്ല ഇവിടെ. generalized momentum, dimension of generalized momentum എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. മൊമെന്റം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് ക്യൂ എന്ന കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊമെന്റം ആയിട്ട് കിട്ടും. തീറ്റ ആണെങ്കിൽ അത് ആംഗുലാർ മൊമെന്റം ആയിട്ട് മാറും. അപ്പൊ കോർഡിനേറ്റ് അനുസരിച്ച് മാറും. അപ്പൊ ഡയമെൻഷൻ ജനറലൈസ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മേ ദോസ് ഓഫ് ആംഗുലാർ ഓൾവേസ് എന്ന് പറയാൻ പറ്റില്ല. മേ ദോസ് ഓഫ് ആംഗുലാർ മൊമെന്റം, മേ ദോസ് ഓഫ് ലീനിയർ മൊമെന്റ് രണ്ടും ആയിട്ട് വരാം. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോർഡിനേറ്റ്. In variational principle, the line integral of some function between two endpoints. Okay, in line integral, in variational principle, line integral of some function between two endpoints is എന്താണ് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ അല്ലെ. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വേരിയേഷണൽ പ്രിൻസിപ്പിൾ ആണ്. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താ പറയുന്നത്, നമ്മള് സിസ്റ്റം മൂവ് ആണ് ഫ്രം ഒരു പാത്തിൽ നിന്ന് വേറൊരു പാത്തിലോട്ട്. പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അത് നമ്മൾ ഒരു പാത്തിൽ നിന്ന് വേറൊരു പാത്തിലോട്ട് സിസ്റ്റം മൂവ് ചെയ്യാണ് അല്ലെ. ഐ ഇസ് ഈക്വൽ ടു നോക്കി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു ഹോളോണോമിക് സിസ്റ്റം ആണെന്ന് വെച്ചോ. ഹോളോണോമിക് സിസ്റ്റം, ആ മോഷൻ ഓഫ് ദി സിസ്റ്റം ഫ്രം ടൈം t1 to t2 is such that എന്താണ് ഇന്റഗ്രൽ ഫ്രം ടൈം t1 to t2 L dt എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? L dt എന്ന് പറയുന്നത് ഹാസ് എ സ്റ്റേഷനറി വാല്യൂ. ഐ എന്ന് പറയുന്ന ഐ എന്നുള്ള സംഭവം is equal to t1 to L dt has a stationary value, for the actual path of the system, Okay, so line integral of the some function between two endpoints, line integral between of a function between two endpoints എന്ന് പറയുന്നത് as a stationary value. അപ്പോൾ is a constant value, has a stationary value. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ, ഇന്റഗ്രൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന സംഭവമാണ് പറയുന്നത്. ഇന്റഗ്രൽ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ പറയുന്നത്, ഈ പറഞ്ഞ എന്താ പറയാ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നൊക്കെ പറയില്ലേ, നമ്മൾ രണ്ട് പോയിന്റ്സിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ വേരിയേഷണൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാട്ടോ. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഇസ് ഡിഫൈൻഡ് ഇൻ ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്റഗ്രൽ t1 to t2 L dt ഹാസ് എ സ്റ്റേഷനറി വാല്യൂ എന്ന് പറയുന്ന ഫോർ ദ ആക്ച്വൽ പാത്ത് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സംഭവം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ സ്പേസിലാണ് പറയുന്നത് കേട്ടോ. കോൺഫിഗറേഷൻ സ്പേസിൽ പറയുന്നതാണ് കേട്ടോ. കാരണം അവിടെ വേറെ എന്താ പറയാ കോൺഫിഗറേഷൻ Q1 Q2 മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് I is equal to ഇന്റഗ്രൽ L dt. ഇനി സ്റ്റേഷനറി വാല്യൂ ഉണ്ട്, കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. സോ ഡെൽറ്റ ഐ ആ വേരിയേഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഡെൽറ്റ ഓഫ് L Q1 Q2 Q3 എക്സെട്ര ടു Qn ഓഫ് T എന്നുള്ള ഇൻറ്റു dt. L എന്ന് പറഞ്ഞാൽ ഇത്രയും കോർഡിനേറ്റ്സ് ആയിട്ട് ബന്ധമുണ്ട്.
ഇൻറ്റു ഡി ടി എന്ന് പറയുമ്പോൾ ഡെൽറ്റ, ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുമ്പോൾ 0 എന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് പറയുമ്പോൾ Q1 Q2 Q3 എന്നുള്ള കോർഡിനേറ്റ്സ് വരുന്നുള്ളൂ. മൊമെന്റം കോർഡിനേറ്റ്സ് അവിടെ വരുന്നില്ല. മൊമെന്റം കൂടി കോർഡിനേറ്റ്സ് വരികയാണെങ്കിൽ ഫേസ് സ്പേസ് എന്ന് പറയാൻ പറ്റും. സ്പേസ് അല്ല കേട്ടോ, ഫേസ് സ്പേസ് മാറിപ്പോയ ഫേസ് മൊമെന്റം കൂടി വന്നിരുന്നെങ്കിൽ അത് ഫേസ് സ്പേസിൽ ഒരാളായിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ മൊമെന്റം ഒന്നും ഇല്ല. അപ്പൊ എന്താണ്, ദേ ആർ കോൺഫിഗറേഷൻ സ്പേസിലെ ആള് തന്നെയാണ്. When a system with Lagrange L moves from an instant t1 to t2 for the actual path followed by L dt is, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, എന്താ പറയാ, ഇന്റഗ്രൽ അല്ലെ, എന്താ പറയാ, ഇന്റഗ്രൽ എൽ ഡി ടി എന്ന് പറയുന്നത് എന്താ സംഭവം? ഇന്റഗ്രൽ എൽ ഡി ടി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, എന്താണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാസ് എൻ എക്സ്ട്രീമം എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്താണ് ഈ പറഞ്ഞ ലഗ്രാഞ്ച് മൂവ്സ് ഫ്രം, നമ്മൾ പറഞ്ഞു ഇൻസ്റ്റന്റ് T1 to T2 വരെ പോകുന്നു. എൽ ഡി ടി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എന്ന് പറയുന്നത് ശരിക്കും കോൺസ്റ്റന്റ് എന്ന് പറയുന്നേക്കാൾ ഇറ്റ്സ് എൻ എക്സ്ട്രീമം എന്നുള്ള വാക്ക് കേട്ട് അതിനെ കൊടുത്താൽ മതി. എക്സ്ട്രീമം ആണ്, എക്സ്ട്രീമം കേട്ടോ, ഇസ് എ എക്സ്ട്രീമം എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് എന്നും കേട്ടിട്ടുണ്ട്, എക്സ്ട്രീമം എന്നുള്ള വാക്ക് കേട്ടാലും തെറ്റില്ല. എക്സ്ട്രീമം എന്ന് പറയുന്നത് എന്താണ്, മിനിമം ഓർ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. ഓക്കെ, എക്സ്ട്രീമം വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആവാം മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. ആ ഇന്റർവെല്ലിൽ ഒരു മിനിമം വാല്യൂ, ആ മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആസ് എ സ്റ്റേഷനറി വാല്യൂ ആണ്. ആ ഒരു എക്സ്ട്രീമം എന്ന് പറയുന്നത് അത് മിനിമം ആവാം മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. ആസ് എൻ എക്സ്ട്രീമം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത, ഇഫ് ദ കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ടു റൊട്ടേഷണൽ സൈക്ലിക് rotational system about an axis is invariant, which of the following quantities conserved എന്നാണ് പറയുന്നത്. നോക്കി, നമ്മുടെ മനസ്സിലോട്ട് റൊട്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, സാധാരണ ലീനിയർ സിസ്റ്റം, റൊട്ടേഷണൽ സിസ്റ്റം ഉണ്ട്. റൊട്ടേഷൻ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആംഗുലർ മൊമെന്റം, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, എന്താ പറയാ, ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, അങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റ് ഏതിനകത്ത് വരുന്ന റൊട്ടേഷനിൽ വരുന്നതാണ് അല്ലെ. ഇവിടെ സാധാരണ മൊമെന്റം എടുക്കുകയാണെങ്കിൽ റൊട്ടേഷനിൽ ആംഗുലർ മൊമെന്റം, ഇവിടെ സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റൊട്ടേഷനിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ സാധാരണ വെലോസിറ്റി ആണ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആംഗുലർ വെലോസിറ്റി, ഇപ്പുറത്ത് ഫോഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മള് ടോർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പുറത്ത് നമ്മള് എന്താ മാസ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തോട്ട് എന്ത് വരും, മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റൊട്ടേഷനിൽ മാസിന് അനലോഗസ് ആയിട്ടുള്ള വാക്ക് ഏതാണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ, അപ്പൊ റൊട്ടേഷൻ സൈക്ലിക് ആണ്, റൊട്ടേഷൻ ഓഫ് ഒരു റൊട്ടേഷൻ അബൌട്ട് ദ സിസ്റ്റം ഇൻവേരിയന്റ് ആണ് ആണെങ്കിൽ നമുക്ക് എന്ത് ഏത് ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആവുക, ആംഗുലർ മൊമെന്റം ആണ് കൺസേർവ്ഡ് ആവുന്നത് കേട്ടോ. ആംഗുലർ മൊമെന്റം ആണ് കൺസേർവ്ഡ് ആയിട്ട് മാറുന്നത്. ഫിസിക്കൽ സിസ്റ്റം is invariant under rotation of the coordinate about the fixed axis, then which of the following quantities conserve linear moment, angular momentum, linear moment along the axis of rotation, total angular moment along the axis of rotation. ഇതില് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ലീനിയർ മൊമെന്റ് എന്നുള്ള ഈ രണ്ട് ഓപ്ഷൻസ് കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് ഈ ഓപ്ഷൻ ആണ് വരുന്നത് അല്ലെ. ആംഗുലർ മൊമെന്റ് along the axis of the rotation, നമ്മൾ എടുക്കുന്ന ഫിക്സ് ആക്സിസ് ഉണ്ടെങ്കിൽ ആ along the axis of the rotation ആണ് എന്താണ് ആംഗുലർ മൊമെന്റം, along the axis of the rotation ആണ് എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ, there exists a closed curve C to which nearby trajectory is spiral or they can spiral away from C. നോക്കി, അത് നമ്മുടെ ലിമിറ്റ്സ് ഇതുമായിട്ട് ബന്ധം നോൺ ലീനിയർ ഡൈനാമിക്സും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്, there exists a closed curve C to which the nearby trajectory can spiral away or spiral from C. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ ലീനിയർ ഡൈനാമിക്സിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് കോൾഡ് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് എന്താ പറയാ ട്രജക്ടറീസ് ഉണ്ട്. ഒരാള് നമ്മൾ സിമ്പിൾ പെനിലും കറങ്ങുന്ന ഒരു ട്രജക്ടറി വരയ്ക്കും, ഫേസ് ട്രജക്ടറി വരയ്ക്കാൻ പറയുമ്പോൾ പൊതുവെ ഈ പറഞ്ഞ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവ് ഒക്കെ ആയിരിക്കും നമുക്ക് പറയാറില്ല. പല കർവുകളുണ്ട്. അപ്പൊ
കൃത്യമായിട്ടൊരു ക്ലോസ്ഡ് കർവ് വരയ്ക്കുകയാണെങ്കിൽ ആ ക്ലോസ്ഡ് കർവിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ലിമിറ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ നോൺ ലീനിയർ ഡൈനാമിക്സ്, നോൺ ലീനിയറിന്റെ പ്രത്യേകത എന്താ? ശരിക്കും പറഞ്ഞാൽ നോൺ ലീനിയർ ഡൈനാമിക്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ലീനിയർ ഡൈനാമിക്സ് വെച്ച് നോൺ ലീനിയർ ഡൈനാമിക്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ പറഞ്ഞാൽ സാധാരണ ഡൈനാമിക്സിനകത്ത് ലീനിയർ സിസ്റ്റത്തിനകത്ത് കുഞ്ഞു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ചെറിയ മാറ്റങ്ങൾ ചെറിയ മാറ്റം ഈ സിസ്റ്റത്തിനകത്ത് ചെറിയ മാറ്റങ്ങൾ വന്നാൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാം. നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ചേഞ്ച് ആയ മതി. സപ്പോസ് ഒരു ഫാക്ടർ, ഏതൊരു ഫാക്ടർ 3.5 കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു 3. ഞാൻ എന്നുള്ള ഫാക്ടർ 3.556 എന്നുള്ള മൈന്യൂട്ട് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇങ്ങനെ തോന്നിയ വഴിക്ക് ഇങ്ങനെ കറങ്ങി സിസ്റ്റം ആകെ ബിഹേവിയറിൽ വ്യത്യാസം. അതാണ് നോൺ ലീനിയർ എന്ന് പറയാം. അപ്പൊ ഈ പറഞ്ഞ ഒരു ട്രജക്ടറി വരയ്ക്കുമ്പോൾ കൃത്യമായിട്ടൊരു ക്ലോസ്ഡ് ട്രജക്ടറി വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലിമിറ്റ് സൈക്കിൾ എന്ന് വിളിക്കാൻ പറ്റും. ഈ ലിമിറ്റ് സൈക്കിളിൽ നിന്ന് ട്രജക്ടറിക്ക് പുറത്തോട്ട് പോവാം, അല്ലെങ്കിൽ അകത്തുള്ള ലിമിറ്റ് സൈക്കിൾ, അകത്തുള്ള ഇങ്ങനെ ശരിക്കും പറയാൻ കണ്ടോ, ഇങ്ങനെ നമ്മൾ നമുക്കൊരു ട്രജക്ടറി ഉണ്ടെന്ന് വെച്ചു, ക്ലോസ്ഡ്, ഇതാണ് ലിമിറ്റ് സൈക്കിൾ. അപ്പൊ ഞാനൊരു ട്രജക്ടറി വരയ്ക്കുകയാണ്, ഇങ്ങനെ കറങ്ങി നമ്മൾ അങ്ങനെയാണ് അതിന് ഡൈനാമിക്സ് ചെയ്യുന്നത്. കറങ്ങി ഈ ഒരു ട്രജക്ടറിലോട്ട് വന്ന് വീഴാം. അപ്പൊ നോക്കിയേ, ഈ പറഞ്ഞ അകത്തുള്ള ട്രജക്ടറി സ്പൈറൽ ചെയ്ത് ലിമിറ്റ് സൈക്കിളിലോട്ട് ചെന്ന് വീഴാം, അല്ലെങ്കിൽ ലിമിറ്റ് സൈക്കിളിൽ നിന്നുള്ള ട്രജക്ടറിക്ക് എന്താ പറയാ പുറത്തോട്ട് ചാടാം. സോ ലിമിറ്റ് സൈക്കിളിലോട്ട് അകത്തോട്ടും വരാം. ഈ അകത്തുള്ളതൊന്നും ക്ലോസ്ഡ് കർവ് അല്ല, കണ്ടോ, അകത്തുള്ളതൊന്നും ക്ലോസ്ഡ് കർവ് അല്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കില്ല, ക്ലോസ്ഡ് അല്ല. പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രജക്ടറി ഉണ്ട്. ആ ട്രജക്ടറിയിലോട്ട് ഈ പറഞ്ഞ സ്പൈറൽ ചെയ്ത് അകത്തോട്ട് വന്ന് ഈ ട്രജക്ടറിയിലോട്ട് ചെന്ന് ചാടാം, അല്ലെങ്കിൽ ഈ ട്രജക്ടറിന്ന് പുറത്തോട്ട് ലിമിറ്റ് സൈക്കിളിന് ഇറങ്ങാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറഞ്ഞ. അപ്പൊ ലിമിറ്റ് സൈക്കിളിൽ നിന്ന് അകത്തോട്ട് പോകാൻ പുറത്തോട്ട്, അതാണ് there exists a closed curve C to which the nearby trajectory can spiral away or spiral. അകത്തോട്ട് വരാം, മീൻസ് സ്പൈറൽ പുറത്തോട്ടും പോവാം, സ്പൈറൽ അവേ ചെയ്യാം, അല്ലെങ്കിൽ സ്പൈറൽ ഇൻ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റ് സൈക്കിൾ. നമുക്കറിയാം ലിമിറ്റ് സൈക്കിൾ എന്നുള്ള കോൺസെപ്റ്റ് 3 ടൈപ്പ് ഓഫ് ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ, നോൺ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. ഇപ്പൊ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ സ്റ്റേബിൾ ആണ്, നമ്മുടെ ക്ലോസ്ഡ് കർവ് ഉണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് കർവിനകത്തോട്ട് ഈ നിയർ ബൈ ട്രജക്ടറീസ് എന്ത് ചെയ്യുന്നു, ഈ ലിമിറ്റ് സൈക്കിളിലോട്ട് ചെന്ന് വീഴുന്ന ട്രജക്ടറിയാണ്. പുറത്തുനിന്ന് വരാം കേട്ടോ, പുറത്തുനിന്ന് ഇങ്ങനെ അതിങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഇതിനകത്തോട്ട് വീഴാം. ഈ നമ്മുടെ ലിമിറ്റ് സൈക്കിളിലോട്ട് ചെന്ന് വീഴുന്ന ട്രജക്ടറീസ്, ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ട്, ആ ലിമിറ്റ് സൈക്കിളിനകത്തോട്ട് ചെന്ന് എല്ലാ ട്രജക്ടറീസും ചെന്ന് വീഴുമെങ്കിൽ അതിന് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നു. അപ്പൊ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് സൈക്കിളിൽ നിന്ന് പുറത്തോട്ട് പോകും. ഈ ലിമിറ്റ് സൈക്കിളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, നമുക്ക് ക്ലോസ്ഡ് കർവ് ഉണ്ട്, അതാണ് ലിമിറ്റ് സൈക്കിൾ. ഒരിക്കലും ഇതിനകത്ത് ഇരിക്കാൻ നോക്കില്ല, പകരം സ്പൈറൽ എവേ ഫ്രം അല്ലെ, ഇതിൽ നിന്ന് മാറാനുള്ള ശ്രമങ്ങളാണ് നടക്കുക. ദേ വിൽ സ്പൈറൽ എവേ, അതാണ് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. ഇനി വേറെ സ്റ്റേബിൾ ഉണ്ട്, എന്താ സെമി സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് സംഭവം. സെമി സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി മിക്സ്. എങ്ങനെയാണ്, ഒന്ന് ഈ അകത്തുള്ള ആൾക്കാരെല്ലാം സ്പൈറൽ ടു ലിമിറ്റ് സൈക്കിളിലൂടെ സ്പൈറൽ ചെയ്ത് വരാം, പുറത്തുള്ള ആൾക്കാർ പുറത്തോടും പോകും. അപ്പൊ രണ്ടും നടന്നു, ലിമിറ്റ് സൈക്കിളിലോട്ട് വരികയും ചെയ്യുന്നു, ലിമിറ്റ് സൈക്കിളിൽ നിന്ന് പോവുകയും ചെയ്യുന്നതാണ് എന്ത്, ഈ പറഞ്ഞ സെമി സ്റ്റേബിൾ. തിരിച്ചും പറയാട്ടോ, പുറത്തുള്ള ആൾക്കാർക്ക് അകത്തോട്ടും വരാം, അകത്തുള്ള ആൾക്ക് പുറത്തോട്ട് പോകുന്ന രീതിയിലുള്ള ലിമിറ്റ് സൈക്കിൾസ് ഉണ്ട്. എനിവേ രണ്ട് മിക്സ് ആയിട്ട് വരുന്നതാണ് സെമി സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. Which of the following is not a velocity dependent force? Velocity dependent force അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. വെലോസിറ്റി ഡിപെൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി ഡിപെൻഡന്റ് ഫോഴ്സ് അല്ലാത്തത് ഏത് ചോദിച്ചാൽ നമുക്ക് ഗ്രാവിറ്റേഷൻ, കോറൽ, സെൻട്രിഫ്യൂഗൽ, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇതിനകത്തുള്ള എല്ലാം സെൻട്രിഫ്യൂഗൽ, ഗ്രാവിറ്റേഷണൽ ഒഴിച്ച് ബാക്കിയെല്ലാം വെലോസിറ്റി ഡിപെൻഡന്റ് ആണ്. സോ എന്താ പറയാ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്, സോറി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏത്, വെലോസിറ്റി ഡിപെൻഡ് നോട്ട് എ വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കേട്ടോ. ബാക്കിയെല്ലാം സെൻട്രിഫ്യൂഗൽ, കോറൽ, ഫ്രിക്ഷണൽ എല്ലാം എന്തുണ്ട്, വെലോസിറ്റി ഡിപെൻഡൻസ് ഉണ്ട്. കോറൽ ഫോഴ്സ് നമുക്ക് എടുത്ത് പറയാനുണ്ട്, അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. Which among the following helps in transforming Lagrange equation to Hamilton? Lagrange equation to Hamiltonയിലൂടെ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സഹായിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഏതാണ്,
ലോറൻസ് ലെജൻഡറി ഫൊറിയർ ഓയിൽ. നല്ല ചോദ്യമാണ്. ലഗ്രാഞ്ചിന്റെ ഹാമിൽട്ടോണിയൻ മാറ്റാൻ നമ്മൾ ചെറിയ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് വലിയ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിലോട്ടൊക്കെ മാറ്റി അല്ലെ. അല്ലെങ്കിൽ എൽ എസ് ഇക്വൽ ടു പി ഐ ക്യൂ എച്ച് ഇസ് ഇക്വൽ ടു പി ഐ ക്യൂ ഡോട്ട് മൈനസ് എൽ എന്നുള്ള റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ട്രാൻസ്ഫോർമേഷൻ ആണ്? ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത, വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ കോറിയോളിസ് ഫോഴ്സ്? ഇവിടെ ഇതിന് തൊട്ടുള്ളതിന് ഓപ്ഷൻസ് ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്, ലാസ്റ്റ് പാർട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ കോറിയോളിസ് ഫോഴ്സ്? കോറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി കോറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് വിളിക്കാം കേട്ടോ. ഫിക്ടീഷ്യസ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ അത് റിയൽ ഫോഴ്സ് അല്ല. ഫസ്റ്റ് പോയിന്റ്, ഫിക്ടീഷ്യസ് ഫോഴ്സ്. ഓക്കെ, എപ്പോഴാണ് കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ ആസ് എൻ ഒബ്സർവർ എവിടെ ഇരിക്കണം? നമ്മൾ എവിടെ ഉണ്ടാവണം? ഒരു റൊട്ടേഷണൽ ഫ്രെയിമിൽ ഇരിക്കണം. നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് ഞാൻ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ ഞാൻ നോക്കുന്ന സമയത്ത് ആ പാർട്ടിക്കിള് നമ്മൾ വിചാരിക്കും പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ചെന്ന് ചാടും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്ന് വീഴുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന് വേറെ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമുക്ക് തോന്നുകയാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് ആ പാർട്ടിക്കിൾ അതിന്റെ ഒറിജിനൽ മൂവ്മെന്റ് മാറി വേറൊരു ഡയറക്ഷനിലോട്ട് പോകുന്ന പോലെ നമുക്ക് കാണും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭൂമിയുടെ മുകളിൽ നിന്ന് ഞാൻ പന്ത് എറിയാൻ നോക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ് അല്ലെ, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പന്ത് എന്റെ വിചാരം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ഞാൻ പന്തിനെ വീഴ്ത്താനോ ഉദ്ദേശിച്ചത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കുഴിച്ചു വരും. നമ്മൾ ആ സിനിമയിൽ കാണുന്ന ഇങ്ങനെ കുഴിച്ചു ഇപ്പുറത്തോട്ട് എത്തുന്ന വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ ബോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ എറിയാണ്. അപ്പൊ താഴോട്ട് എന്റെ എക്സ്പെക്ടേഷൻ കൃത്യമായിട്ട് നോർത്ത് ബോളിൽ നിന്ന് പോയി സൗത്ത് ബോളിലോട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആയിട്ട് എടുക്കുക. താഴോട്ട് എത്തുന്നതാണ് വിചാരിക്കും. ശരിക്കും അങ്ങനെ അപ്പുറത്തോട്ട് എത്താൻ പറ്റില്ല നമുക്കറിയാം. ഞാൻ പറയുന്നു എത്താൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വിചാരിക്കും കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഈ സാധനം താഴോട്ട് വീഴുന്നതാണ്. പക്ഷേ എന്ത് സംഭവിക്കും? നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ എത്തുന്ന സമയത്ത് ഇതൊരു മൂവിംഗ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും മൂവിംഗ് പാർട്ടിക്കിളിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വീഴുന്നതിന് പകരം ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആ സൈഡിലോട്ടോ അത് ചെന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത്, അങ്ങോട്ടേക്ക്. അപ്പൊ നമുക്ക് നോക്കുമ്പോ ആരോ ആ ബോളിനകത്ത് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതല്ല എഫക്ട്. എന്തോ ഒരു ഫോഴ്സ് കാരണം ബോൾ അങ്ങോട്ട് പോയി. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ആ ഫോഴ്സിനെ നമ്മൾ കോറിയോളിസ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും അവിടെ കോറിയോളിസ് ഫോഴ്സ് മാത്രമല്ല, ആ എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ ചേർന്നിട്ട്. എഫ് എന്ന എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എഫ് മൈനസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, പിന്നെ അതിനൊപ്പം തന്നെ വരുന്ന ഒരു ഫോഴ്സ് ആണ്, മൂന്ന് ഫോഴ്സ് ആണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, കോറിയോളിസ് ഫോഴ്സ്. സാധാരണ ഫോഴ്സിനൊപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, കോറിയോളിസ് ഫോഴ്സും കൂടി കയറി വരുന്നത്. കോറിയോളിസ് ഫോഴ്സ് ആണ് ഈ പറഞ്ഞ ഡയറക്ഷൻ മാറ്റുന്നത്. അപ്പൊ നമ്മൾ പറയാറില്ലേ നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാറ്റിന്റെ ഡയറക്ഷൻ പറയാറില്ലേ? കാറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാറ്റ് റൈറ്റ് സൈഡിലോട്ട്, സദേൺ ഹെമിസ്ഫിയറിലെ കാറ്റ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകാറുള്ളത്. നമ്മൾ വിൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ പറയാറുള്ളത്. അതിന്റെ റീസൺ കോറിയോളിസ് ഫോഴ്സ് ആണ്. കോറിയോളിസ് ഫോഴ്സ് ആണ് ഈ വിൻഡിന്റെ ഡയറക്ഷൻ ഒക്കെ മാറ്റുന്നത് കേട്ടോ. അപ്പൊ ഈ കോറിയോളിസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, എം എ ആണ്. ഒരു മാസ് ഉണ്ട്. ഇതിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ 2 ഒമേഗ ക്രോസ് വി ആർ എന്നുള്ളതാണ്. 2 ഒമേഗ ക്രോസ് വി ആർ. വി ആർ വെലോസിറ്റി. ഇപ്പൊ നേരത്തെ ചോദ്യം വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സ്, വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആണ് ഇത് കോറിയോളിസ് ഫോഴ്സ്. ആദ്യ വെലോസിറ്റി ഡിപ്പെൻഡ് ആണ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുള്ള ആളുടെ മൂവ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഈ കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വേഗതയ്ക്ക് അനുസരിച്ചായിരിക്കും കാറ്റിന്റെ വേഗത കയറി വരുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്മുടെ ഈ പറഞ്ഞ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. മനസ്സിലായോ? വെലോസിറ്റി. അപ്പൊ സിസ്റ്റം മൂവ് ചെയ്യാത്ത സംഭവം ആണെങ്കിലോ നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നല്ല നോക്കുന്നത്, സ്റ്റേഷനറി ഫ്രെയിമിൽ നിന്നാ നോക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ എഫക്റ്റുകളും കാണാൻ സാധിക്കില്ല. മനസ്സിലായാലോ? ഇപ്പൊ വി ആർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ വെലോസിറ്റി ആണ്. സോ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് ആണ് 2m ഒമേഗ ക്രോസ് വി ആർ. ആംഗുലാർ വെലോസിറ്റി ക്രോസ് എന്താണ് ഇതിന്റെ നമ്മൾ റൊട്ടേറ്റീവ് ഫ്രെയിമിന്റെ വെലോസിറ്റി കൂടി ചേർക്കുമ്പോഴാണ് കോറിയോളിസ് ഫോഴ്സ്. ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആണെങ്കിൽ എം ഒമേഗ ക്രോസ് ആർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എം ഒമേഗ ക്രോസ് ആർ എന്നുള്ള രീതിയിലാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുന്നത്. കോറിയോളിസ് ഫോഴ്സ് 2m ഒമേഗ ക്രോസ് വി ആർ ആണ്. കോറിയോളിസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താണ്? 2m എന്താണ്? ഒമേഗ ക്രോസ്
വി ആർ എന്നുള്ളതാണ് കോറിയോളിസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. For an observed rotating wave, the particle is moving under effective force. Which forces are present? ഏതൊക്കെ ഫോഴ്സസ് ആണുള്ളത്? ഞാൻ പറയുന്ന റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഏറെ എഫക്റ്റീവ് ഫോഴ്സിലാണ്. എന്താ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, കോറിയോളിസ് ഫോഴ്സ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ഓയിൽ ആംഗിൾ ഫൈ ഇസ് കോൾഡ് ഓയിലർ ആംഗിൾ. ഓയിലർ ആംഗിൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓയിലർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ എക്സ് വൈ സെഡ് എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം എന്നുള്ള രീതിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന എന്താ പറയാ ആംഗിൾസ് ആണ്. ഏതൊക്കെ ആംഗിൾ വഴി കറക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ആംഗിളും ഏതൊക്കെ ആക്സിസ് വഴി എക്സ് വൈ സെഡിനെ കറക്കിയാലാണ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം എന്നുള്ള വേറൊരു കോർഡിനേറ്റിലോട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് ഓയിലർ ആംഗിൾ ആയിട്ട് പറയുന്നത്. അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 3 സ്റ്റെപ്പിൽ വഴിയാണ് എക്സ് വൈ സെഡിനെ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈമിലോട്ട് മാറ്റുന്നത്. പിന്നെ തിയറി ഞാൻ ഓൾറെഡി എടുത്തതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓടിച്ചെന്നാന്ന് പറഞ്ഞുതരാം. അതിന്റെ സ്റ്റെപ്പ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഫൈ വഴി എലോങ് സെഡ് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. ഫൈ വഴി എലോങ് സെഡ് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഫൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ ആംഗിൾ കേട്ടോ. പ്രിസിഷൻ ആംഗിൾ ഓപ്ഷനകത്ത് ബോഡി ആംഗിൾ ആണ് കൊടുത്തേക്കുന്നത്. ഫൈ ഇസ് കോൾഡ് പ്രിസിഷൻ ആംഗിൾ. ഫൈ ഇസ് കോൾഡ് പ്രിസിഷൻ ആംഗിൾ. ഫൈ എന്ന് പറയുന്നത് പ്രിസിഷൻ ആംഗിൾ. ഇനി രണ്ടാമത്തെ പോർഷൻ എന്താണ്? രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വി ആർ റൊട്ടേറ്റിംഗ്. ഇപ്പൊ വൺസ് എക്സ് വൈ സെഡ് മാറി പുതിയൊരു ഭാഗത്തോട്ട് എത്തി അല്ലെ? സെഡ് ആക്സിസിലെല്ലാം റൊട്ടേറ്റ് ചെയ്യും. അവിടെ ഒരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ഫൈ സൈൻ ഫൈ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ ആണ്. 0 0 1 0 സെഡ് ആക്സിസ് ആയതുകൊണ്ട് സെഡ് ആക്സിന്റെ ഭാഗം നമ്മൾ അവിടെ 0 0 1 0 0 ഉണ്ട്. അടുത്ത വി റൊട്ടേറ്റ് ഫൈ തീറ്റ എന്നുള്ള ആംഗിൾ. അടുത്ത തീറ്റ എന്നുള്ള ആംഗിളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു എലോങ് എക്സ് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. തീറ്റ ഇസ് കോൾഡ് ദി ന്യൂട്ടേഷൻ ആംഗിൾ എന്ന് വിളിക്കും കേട്ടോ. ന്യൂട്ടേഷൻ ആംഗിൾ എന്നാണ് വിളിക്കുക. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ അവിടുത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് എല്ലാം എക്സ് ആക്സിസ് ആയതുകൊണ്ട് 1 0 0 0 0 എന്നുള്ളത്. ബാക്കി എന്താണ്? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ കേട്ടോ. എല്ലാം ഒരുപോലെ തന്നെ എഴുതുന്നത്. അതാണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. മൂന്നാമത് തന്നെ എല്ലാം ഫൈ തീറ്റ സൈ എന്നുള്ള ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. എലോങ് എന്താണ്? എലോങ് എഗെയിൻ സെഡ് ആക്സിസ് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. സൈ ഇസ് കോൾഡ് ദി ബോഡി ആംഗിൾ എന്ന് വിളിക്കും. എന്താണ്? ബോഡി ആംഗിൾ എന്ന് വിളിക്കുന്നു. അവിടെ മെട്രിക്സ് ആണ് എലോങ് സെഡ് ആക്സിസ് ആയതുകൊണ്ട് കോസ് തീറ്റ കോസ് സൈ സൈൻ സൈ മൈനസ് സൈൻ സൈ കോസ് സൈ 0 0 1 0 0 എന്നുള്ളതാണ് എന്ത്? സൈ എന്ന എലോങ് സെഡ് ആക്സിസ് ബോഡി ആംഗിൾ എന്ന് പറയുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത എക്സ് വൈ സെഡ് എന്നുള്ള എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈമിലോട്ട് മാറും. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു പ്രത്യേക ചോദ്യം. അപ്പൊ ഇവിടെ ഫൈവിന്റെ പ്രിസിഷൻ ആംഗിൾ വിളിക്കാം, തീറ്റ ന്യൂട്ടേഷൻ ആംഗിൾ, സൈ ബോഡി ആംഗിൾ എന്ന് വിളിക്കാം കേട്ടോ. ഈ മെട്രിക്സും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഈസ് ഡാഷ് ഇൻ നേച്ചർ. ഞാനിപ്പോ ആ ഓയിലർ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിന് കണ്ടിന്യൂസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഈസ് ഡാഷ് ഇൻ നേച്ചർ. ഇപ്പൊ നമ്മൾ 3 മെട്രിക്സ് ആണ് വന്നത് അല്ലെ? അതായത് ഈ പറഞ്ഞ എലോങ് സെഡ് ആക്സിസ് ആയിട്ടുള്ള 3 ഇതാണ് വരുന്നത്. ഈ പറഞ്ഞ ഇതിന്റെ 3 ഈ 3 അപ്പൊ എക്സ് വൈ സെഡ് ഇതിനെ ഞാൻ എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം എന്നിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ബി സി എന്നുള്ള ഈ 3 ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? എക്സ് വൈ സെഡിലോട്ട് എത്തുന്നത്.